രൂപപ്പെടുത്താനുള്ള ഒരു നടപടിക്രമം എന്നതിനപ്പുറം അത് ജനാധിപത്യമായി മാറിക്കൂടാ, അത് മാത്രമായി ജനാധിപത്യം ചുരുങ്ങിക്കൂടാ എന്നത് ആധുനിക ലോകം വളരെ കൂടുതൽ ജനാധിപത്യത്തെ കുറിച്ച് വച്ച് പുലർത്തുന്ന ധാരണകളിൽ ഒന്നാണ്. പക്ഷെ ആ ധാരണയ്ക്ക് വലിയ തോതിലുള്ള ഒരു ആവിഷ്കാരം ജനാധിപത്യ പ്രയോഗങ്ങളിൽ കൈവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിശ്ചയമായിട്ടും പരിമിതമാണ് എന്ന് കാണാം. ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചുള്ള ആലോചനകളിൽ ഈ പ്രശ്നം മറ്റൊരു നിലയിൽ വരികയാണ്. അത് ഉന്നയിച്ചതും അംബേദ്കറാണ്. അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന നമ്മുടെ ഈ വിഷയത്തിലെ ഒരു അടിസ്ഥാന പ്രമേയം ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളിയായി ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ജനാധിപത്യത്തെ പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിന് പകരം ഇന്ത്യയിലെ ജനാധിപത്യത്തെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് പകരം വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ എന്നതാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് മാറ്റാൻ പറ്റും. രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീക്ഷണഗതി പൊതുസമൂഹത്തിന് മുമ്പാകെ വയ്ക്കുന്നു, അത് വിശദീകരിക്കുന്നു, അതിന് പല മാർഗങ്ങളിലൂടെ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണനിർവഹണത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് രാഷ്ട്രീയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. രാഷ്ട്രീയ ഭൂരിപക്ഷത്തിൻ്റെ സവിശേഷത അത് അസ്ഥിരമാണ് എന്നതാണ്. അത് നിലവിൽ വരുന്നതും മാറിപ്പോകാവുന്നതുമാണ്. വ്യക്തികൾക്ക് പ്രവേശിക്കാനും പിൻവാങ്ങാനും കഴിയുന്നതാണ് രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നത്. മറിച്ച് കമ്മ്യൂണൽ മെജോറിറ്റി ആകട്ടെ ജന്മസിദ്ധമായി കൈവരുന്നതാണ്. അത് കൈവന്നാൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. നിലവിൽ വന്നാൽ അസ്ഥിരപ്പെടാൻ വലിയ പ്രയാസമുള്ളതുമാണ്. ഒരിക്കൽ നിലവിൽ വന്നാൽ കമ്മ്യൂണൽ മെജോറിറ്റി അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമാണ് എന്ന് അംബേദ്കർ ആ കാലത്തെ ചർച്ചകളിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന മാരകമായ ഒരു പ്രതിസന്ധിയായി അക്കാലത്ത് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സവിശേഷ നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തു. അത് ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം 100ആയി നിജപ്പെടുത്തണം എന്നാണ്. അത് ഒരു പരിധിക്ക് അപ്പുറം പോകാതെ 50%-അപ്പുറം പോകാതെ ഇന്ത്യയിലെ പാർലമെന്റിലെ സവർണ ഹിന്ദുക്കളുടെ എണ്ണം നിജപ്പെടുത്തുക എന്നതായിരുന്നു. അന്ന് പാർലമെന്റ് ഭരണഘടനാ അസംബ്ലി ആ കാര്യം സ്വീകരിക്കുകയുണ്ടായില്ല, ആ നിർദ്ദേശം നടപ്പാക്കപ്പെടുകയും ഉണ്ടായില്ല. ഇന്ന് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. 2014-ലെയും 2019-ലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 14-ലെ തെരഞ്ഞെടുപ്പിൽ UP-യിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 80 ലോകസഭാംഗങ്ങളിൽ ഒരാൾ പോലും അവിടുത്തെ ജനസംഖ്യയുടെ 20% വരുന്ന മുസ്ലിങ്ങളിൽ നിന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു 14-ലെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിവിശേഷം. 19-ൽ ഒരാളോ മറ്റോ ഉണ്ടായിരുന്നു, ഇപ്പോൾ 4-5 പേര് ഉണ്ട്. ദാറ്റ് മീൻസ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാതിനിധ്യപരമായി ഉൾക്കൊള്ളലിന് പകരം തെരഞ്ഞെടുത്ത ഒഴിവാക്കലായി, സെലക്റ്റീവ് എക്സ്ക്ലൂഷനുള്ള ഉപാധിയായി തെരഞ്ഞെടുപ്പിനെ മാറ്റാമെന്നത് ഇന്ത്യയിൽ നിന്ന് നാം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ആരെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും ഒഴിവാക്കുന്നതിനുള്ളത് നടപടിക്രമമായിട്ട് തെരഞ്ഞെടുപ്പ് മാറുകയും അത് ജനാധിപത്യമാണ് എന്ന് വരികയും ചെയ്യുന്ന വിചിത്രമായ, അർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു വിപരീത യുക്തി ജനാധിപത്യത്തിൻ്റെ പേരിൽ നടപ്പിലാക്കപ്പെടുന്നത് നമുക്ക് ഇന്ത്യയിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും. ഇത് അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയുടെ നടുവിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു വെല്ലുവിളി, ജനാധിപത്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്കിടയിലെ സമത്വത്തെയും മനുഷ്യർക്കിടയിലെ തുല്യതയെയും അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് നോട്ട് എ ഫോം ഓഫ് ഗവൺമെന്റ് ബട്ട് എ ഫോം ഓഫ് ലിവിങ് എന്ന് പറഞ്ഞത്. തുടർന്ന് ആ ഫോം ഓഫ് ലിവിങ്ങിനെ കുറിച്ച് അദ്ദേഹം നൽകുന്ന വിശദീകരണം, പ്രൈമർലി ഇറ്റ് ഈസ് ദ റെസ്പെക്ട് ആൻഡ് റെവറൻസ് ടുവേഴ്സ് ദ ഫെല്ലോ ബീയിങ്. സഹജീവികളോടുള്ള ആദരവും ബഹുമാനവുമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അത് ഭൂരിപക്ഷമല്ല. തന്നെപ്പോലെ തനിക്ക് തുല്യമായ ജീവിതാവകാശങ്ങൾ മുഴുവൻ മനുഷ്യർക്കും ഉണ്ട് എന്ന ഒരു അനുഭവമൂല്യത്തെയാണ് വാസ്തവത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത്. അതൊരു തത്വത്തിൻ്റെ പേരല്ല. സാഹോദര്യം എന്ന ആശയത്തിന് ആ തത്വത്തെ അനുഭവമൂല്യമാക്കാൻ എത്രത്തോളം കഴിയും എന്ന സംശയത്തിൽ നിന്നാണ് വാസ്തവത്തിൽ സാഹോദര്യം എന്ന പദമല്ല വേണ്ടതെന്നും യഥാർത്ഥത്തിൽ വേണ്ടത് ബുദ്ധൻ മുമ്പോട്ട് വെച്ച മൈത്രി എന്ന ആശയമാണ് എന്ന് അംബേദ്കർ അവസാന ഘട്ടത്തിൽ പറയുന്നത്.
ജനാധിപത്യ ദർശനത്തിലേക്ക് കടന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ, പാശ്ചാത്യ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ചില അടിസ്ഥാന പരിമിതികളെ മറികടന്നു പോകാൻ പര്യാപ്തമായ ഒരു ദാർശനിക സമീക്ഷ വികസിപ്പിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മൈത്രി സങ്കല്പത്തിൽ കാണാനായിട്ട് കഴിയും. ആ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും പുറമേക്ക് വളരെ പരസ്പര വിരുദ്ധമെന്ന് നാം കാലങ്ങളായി മനസ്സിലാക്കി വരുന്ന അംബേദ്കറുടെയും ഗാന്ധിയുടെയും മുന്നലുകളിൽ ചില ചേർച്ചകൾ രൂപപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് പറയുമ്പോൾ കൂടുതൽ പറയേണ്ട ഒരു കാര്യം, ഈ കാര്യം ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ കർണാടകക്കാരൻ കൂടിയായിരുന്ന DR നാഗരാജൻ. നാഗരാജന്റെ ഗാന്ധിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ഇന്ത്യയിലെ ദളിത് ജനതയുടെ വിമോചനം എന്ന് പറയുന്നത് ദളിത് ശാക്തീകരണം കൊണ്ട് മാത്രമല്ല, സവർണ ബ്രാഹ്മണ്യം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ജീവിതബോധങ്ങളുടെ നവീകരണവും അതിൻ്റെ വിമലീകരണവും വഴിയാണ് സാധ്യമാവുക എന്ന കാര്യം അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആ വിമലീകരണത്തിന് അംബേദ്കറുടെ രാഷ്ട്രീയ കാര്യപരിപാടി എന്നതുപോലെ ഗാന്ധി മുമ്പോട്ട് വെച്ച വീക്ഷണങ്ങൾ പ്രധാനമാണ്, അവ കൂട്ടിയിണക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം ഫ്ലെമിംഗ് ഫീൽഡ്സിൽ വളരെ മുമ്പേ സൂചിപ്പിക്കുന്നുണ്ട്. അംബേദ്കറിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ജനാധിപത്യത്തെ ഈ നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലെ പ്രധാനപ്പെട്ട 3 കൃതികളിൽ അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഒരർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ ചിന്തയുടെ മൗലികമായ ഒരു മുന്നോട്ട് പോക്ക് എന്ന് കരുതാവുന്നതാണ് 1950കളിൽ പ്രത്യേകിച്ച് നെഹ്റു ഗവൺമെന്റിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ അംബേദ്കർ നടത്തിയ ഇടപെടലുകൾ. 3 കൃതികളാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രം പുറത്തു വന്നതും അത്യന്തം പ്രാധാന്യമുള്ളതുമായ ബുദ്ധനും അദ്ദേഹത്തിന്റെ ധർമ്മവും എന്ന ഗ്രന്ഥം. അത് 1956 അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് പുറത്തു വന്നിട്ടില്ല. എങ്കിലും അതിൻ്റെ മുഴുവൻ പണികൾ ഏകദേശം പൂർത്തിയാക്കി ലേഔട്ട് വരെ തീരുമാനിച്ചതിന് ശേഷമാണ് അംബേദ്കർ മരണപ്പെടുന്നത്. അതിനുമുമ്പ് കാഠ്മണ്ഡുവിൽ വെച്ച് അദ്ദേഹം നടത്തുന്ന ബുദ്ധനും കാൾമാർക്സും എന്ന അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ബുദ്ധിസ്റ്റ് കോൺഗ്രസിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം, 50കളുടെ തുടക്കത്തിൽ മഹാബോധി എന്ന പേരായ ബുദ്ധിസ്റ്റ് ജേണലിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു പഠനം, ബുദ്ധ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് റിലീജിയൻ, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഭാവിയും എന്ന പ്രബന്ധം. ഈ 3 കൃതികൾ നോക്കിയാൽ ബുദ്ധനെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ബുദ്ധനെ മുൻനിർത്തിയിട്ട് അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ തന്നെ അകമേയുള്ള ചില വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കാനുള്ള, അതിനെ അഭിസംബോധന ചെയ്യാനുള്ള നിർണായകമായ ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ വൈരുദ്ധ്യം, സമത്വം, സ്വാതന്ത്ര്യം സമത്വത്തെയും അകമേ ദുർബലപ്പെടുന്ന സ്ഥിതിവിശേഷം പരിഹരിക്കണമെങ്കിൽ അത് സാഹോദര്യ ഭാവനയിൽ വേരുപിടിച്ചതാകണം എന്ന് പറഞ്ഞിടത്ത് നിന്നും സാഹോദര്യമെന്ന സങ്കല്പനത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പരിമിതികളെ കുറിച്ച് അംബേദ്കർ അവസാന ഘട്ടത്തിൽ പറയുന്നു. ഒന്ന്, സാഹോദര്യം എന്നത് മാനുഷികമായ ഒന്നാണ്. അത് മനുഷ്യ ആന്ത്രോപോസെൻട്രിക് എന്ന് വിളിക്കാവുന്ന മാനുഷികമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിലനിൽക്കുന്ന ഒന്നാണ്. 2, സാഹോദര്യം എന്നതിൽ അടിസ്ഥാനപരമായി ഒരു പുരുഷ ഘടന ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു മാസ്കുലിൻ എന്ന് വിളിക്കാവുന്നതും ആന്ത്രോപോസെൻട്രിക് എന്ന് വിളിക്കാവുന്നതുമായ ഒരു മൂല്യം എന്നതിൽ നിന്ന് പ്രാപഞ്ചിക വ്യാപ്തിയുള്ളതും അടിസ്ഥാനപരമായി ബലത്തിന് പകരം അയവിനെ ആധാരമാക്കുന്നതുമായ ഒരു മൂല്യം എന്ന നിലയിലാണ് ഈ മൈത്രി എന്ന സങ്കല്പത്തെ ജനാധിപത്യവുമായി അദ്ദേഹം കൂട്ടിയിണക്കുന്നത്. ഈ മൈത്രി ഭാവനയിൽ അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മൗലികമായ വേരുകളെ ഉറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു നിലയ്ക്ക് നോക്കിയാൽ യൂറോപ്യൻ ജനാധിപത്യ സങ്കല്പത്തിൻ്റെയും യൂറോപ്യൻ ആധുനികതയുടെയും മനുഷ്യ സമൂഹ ഭരണകൂട സങ്കല്പങ്ങളോടുള്ള മൗലികമായ ഒരു വിമർശം ഇന്ത്യൻ രാഷ്ട്രീയ ചിന്ത വികസിപ്പിച്ചെടുക്കുന്നത് അംബേദ്കറുടെ ഈ മൈത്രി ദർശനത്തിലൂടെയാണ് എന്നുകൂടി നാം കാണുന്നത്. നിർഭാഗ്യവശാൽ അത്തരം ആശയങ്ങളോ അതുമായി ബന്ധപ്പെട്ട ആലോചനകളോ നമ്മുടെ രാഷ്ട്രമീമാംസ വിചാരങ്ങളിൽ കാര്യമായിട്ടൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. മൈത്രി എന്ന വാക്കിന് പൗരാണിക
വൈജ്ഞാനിക ചിന്തയിലുണ്ടായിരുന്ന പ്രാഥമികമായ സൗഹൃദം എന്ന അർത്ഥത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഒരു അർത്ഥമണ്ഡലം അംബേദ്കറുടെ ചിന്തയിൽ കൈവരുന്നുണ്ട്. അതുകൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാഷിസത്തിനുള്ളിൽ നിലീനമായിരിക്കുന്ന ജനാധിപത്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ആധുനികതയ്ക്കുള്ളിൽ നിലീനമായിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിനെ എങ്ങനെയാണ് മറികടക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഫാഷിസത്തെ കുറിച്ചുള്ള ആലോചനകളിൽ നമ്മൾ പലപ്പോഴും കരുതിപ്പോരുന്നത് ആധുനികമായൊരു സാമൂഹ്യ ജീവിതത്തിലേക്ക്, ആധുനികമായൊരു സാമൂഹ്യ ശരീരത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവണതയാണ് ഫാഷിസം എന്നാണ്, പുറമേ നിന്ന് വന്ന. എന്നാൽ ഫാഷിസത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത ലോകത്തെ ചില ചിന്തകരെങ്കിലും കരുതുന്ന ഒരു കാര്യം, ഫാഷിസം ആധുനികതയ്ക്ക് ഉള്ളിലേക്ക് പുറമേ നിന്ന് കുത്തിക്കിടത്തപ്പെട്ട ഒന്നല്ലെന്നും മറിച്ച് ആധുനികതയുടെ തന്നെ ആധാരങ്ങളിൽ ഒരു ഫാസിസ്റ്റ് ബലമുണ്ട് എന്നുമാണ്. അത് ആധുനികമായൊരു വ്യക്തിസ്വത്വവുമായി ബന്ധപ്പെട്ട സങ്കല്പമാണ്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഒരു ആത്മബോധം, ഒരാളുടെ ആത്മബോധം നിലവിൽ വരുമ്പോൾ അത് അപരവുമായുള്ള ബന്ധത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെ തരത്തിലുള്ള സെൽഫ് അതർ റിലേഷനാണ് ആധുനിക വ്യക്തിയുടെ രൂപപ്പെടലിന് പിന്നിലുള്ളത്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് പിന്നീട് മാറിത്തീരുന്നുണ്ട്. ഒരുപക്ഷെ ലുനാസിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അംബേദ്കർ, ഗാന്ധിയൊക്കെ ഈ ചോദ്യത്തെ പല നിലകളിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതായത് ഞാനായിരിക്കുന്നത് ഞാനായി മാത്രമാണോ എന്ന ചോദ്യം. ആധുനികതയിൽ അങ്ങനെയാണ്. ഒരു സത്താപരമായ വ്യക്തിയാണ്, ആ സത്താപരമായ വ്യക്തിയെയാണ്, വ്യക്തിയുടെ ആധാരത്തെയാണ് നമ്മൾ വ്യക്തിത്വം എന്ന് പലപ്പോഴും വിളിച്ചു കൊടുക്കുന്നത്, ഇൻഡിവിജ്വാലിറ്റി. ഒരു വ്യക്തി ഉടനീളം നിലനിർത്തുന്ന അയാളുടെ കാതലിനെ, അയാളുടെ കേവലമായ ഒരു ഉണ്മയെ വ്യക്തി സത്ത എന്ന് സങ്കല്പിക്കുകയും ആ വ്യക്തി സത്തയിലൂടെ അയാളെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അയാളിൽ നിന്ന് അയാളല്ലാത്തതെല്ലാം അകന്നു പോകേണ്ടതുണ്ട്. ലളിതമായ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഞാനൊരു ഒത്ത പുരുഷനായി തീരുന്നത് പെൺമയുടെ ഭാവഭാവങ്ങളെ മുഴുവൻ നിരാകരിക്കുന്നത് വഴിയാണ്. പെൺമയുടെ എല്ലാ അടയാളങ്ങളും, ഉടുപ്പും നടപ്പും ഭാഷയും പെരുമാറ്റ രീതികളും ആംഗ്യവിക്ഷേപങ്ങളും സർവ്വതും പെണ്ണിൻ്റെതല്ലാതാവുകയും പെൺമയുടെ പൂർണ്ണമായ ഒരു നിരാസമായി മാറുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ സ്വത്വത്തിന് ആൺമയുടെ പൂർണ്ണത കൈവരിക, പുരുഷപരമായ പൂർണ്ണത കൈവരിക. തിരിച്ച് ആണിൻ്റേതെന്ന് കരുതപ്പെടുന്ന എല്ലാ ഭാവങ്ങളെയും നിരാകരിക്കുന്ന ഒരു ഘടനയ്ക്കുള്ളിലാണ് പെൺമ അതിൻ്റെ പൂർണ്ണതയെ സാക്ഷാത്കരിക്കുക. ഇങ്ങനെ അപരനിരാസത്തിലൂടെ നിലവിൽ വരുന്ന, അപരത്തിൻ്റെ സമ്പൂർണമായ നിരാകരണത്തിലൂടെ നിലവിൽ വരുന്ന ആത്മം എന്ന സങ്കല്പം വാസ്തവത്തിൽ ആധുനികതയിൽ വളരെ ശക്തമാണ്. വലിയ 20-ാം നൂറ്റാണ്ടിലെ ഫാഷിസത്തെ കുറിച്ച് നന്നായി ആലോചിച്ച, അതിൻ്റെ ഇരകൂടിയായി തീർന്ന ചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള അഡോണോ ഇതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് താത്തം എന്നാണ്. അപരത്തിൻ്റെ വകഞ്ഞുമാറ്റലും അപരത്തിൻ്റെ നിരാകരണവുമാണ് ആധുനിക സ്വത്വം. അങ്ങനെ അപരനിരാസത്തെയും അപരത്തിൻ്റെ സമ്പൂർണമായ ഉപേക്ഷയെയും മുൻനിർത്തി ആത്മത്തെ സങ്കല്പിക്കുമ്പോൾ വ്യക്തിത്വത്തിനുള്ളിൽ തന്നെ ഒരു ഹിംസാത്മകമായ പ്രതലമുണ്ട്. ഞാനായിരിക്കുന്നത് ഞാനല്ലാത്തതിനെ നിഷേധിച്ചിട്ടാണ്, നിരാകരിച്ചിട്ടാണ്. അങ്ങനെ എന്നെ ഉറപ്പിക്കുന്നത് ഞാനല്ലാത്തതിനെ മുഴുവൻ നിഷേധിച്ചിട്ടാണ്. ഈ നിഷേധയുക്തിയിൽ അപരനിരാസത്തിലൂടെ രൂപപ്പെടുന്ന ആത്മതത്വം ആധുനികതയിൽ, ആധുനിക മനുഷ്യസങ്കല്പത്തിൽ അടിസ്ഥാനപരമായ ഹിംസാത്മകതയെ ഉറപ്പിക്കുന്നു എന്ന് അഡോണോ പറയുന്നു. ഒരർത്ഥത്തിൽ അംബേദ്കറും വേറൊരു നിലയ്ക്ക് ഗാന്ധിയും ഈ പ്രശ്നത്തെ നേരിടുന്നുണ്ട്. വളരെ മുമ്പേ മറ്റൊരു രൂപത്തിൽ ഈ ആശയത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് മാർക്സ്, അല്ലെങ്കിൽ കേരളത്തിൽ നാരായണഗുരു ഒക്കെ. മാർക്സ് മനുഷ്യനെ കുറിച്ച് എസെൻഷ്യലിസ്റ്റായ എല്ലാ സങ്കല്പങ്ങളെയും നിരസിച്ചുകൊണ്ട് മാർക്സ് പറയുന്ന ഒരു കാര്യം, മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് റിലേഷൻസ്. മനുഷ്യൻ എന്ന് പറയുന്നത് വ്യക്തി സത്തയല്ല, ബന്ധങ്ങളാണ്, സമൂഹ ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളുടെ ഒരു കൺവർജൻസ് ആണ്. ഞാൻ ലോകവുമായി പുലർത്തുന്ന നാനാതരം ബന്ധങ്ങളുടെ ഒരു സംയോജിത സ്ഥാനമാണ് ഞാൻ. ഈ ബന്ധങ്ങളിലാണ് ഞാൻ.
ബന്ധങ്ങൾക്ക് പുറത്ത് ഞാനില്ല. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് ഒരു കേവല വ്യക്തിയല്ല, ഞാൻ എന്ന് പറയുന്നത് ഒരു ലോകബന്ധമാണ് എന്ന് മാർക്സ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ മാനസ്റ്റിക്സിൽ വളരെ മുമ്പേ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് അങ്ങനെ വലിയ തോതിൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും മുതിർന്നിട്ടില്ല. അന്ന് ഫാഷിസത്തിൻ്റെ ഈ മാതിരിയുള്ള വെല്ലുവിളികളൊന്നും അനുഭവവേദ്യവുമല്ല. മാത്രമല്ല, ആധുനിക വ്യക്തികളൊക്കെ എമർജ് ചെയ്ത് വരുന്നൊരു കാലമാണ്. നാരായണ ഗുരുവിനെ മറ്റൊരു നിലയിലാണ് നേരിട്ടത്. അധ്യാത്മഭാവനയായിട്ടാണ് നമുക്ക് പുറമേ തോന്നുന്നതെങ്കിലും നാരായണ ഗുരുവിൻ്റെ ചിന്തയുടെ കേന്ദ്രത്തിൽ ആത്മാവര ബന്ധത്തെക്കുറിച്ചുള്ള വളരെ ആഴമേറിയ ഉൾക്കാഴ്ചയുണ്ട്. അപരപ്രിയത്വത്തിലാണ് ആത്മം നിലനിൽക്കേണ്ടത്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്ന് പറഞ്ഞ് ആത്മപ്രിയം അല്ല, അപരപ്രിയത്വമാണ് ആത്മത്തിൻ്റെ ആത്മസംസ്ഥാപനത്തിൻ്റെ ആധാരം എന്ന് പറയുക വഴി വാസ്തവത്തിൽ അധ്യാത്മമായൊരു തത്വവിചാരം എന്ന നിലയിലാണ് ഗുരു ഈ ആശയം അവതരിപ്പിക്കുന്നതെങ്കിലും ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരു നൈതിക അടിസ്ഥാനത്തെ അതുവഴി മുന്നോട്ട് കൊണ്ടുവരാൻ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഗുരു എന്തുകൊണ്ടാണ് ഒരു അധ്യാത്മ ചിന്തകനായിരിക്കെ തന്നെ ഒരു വലിയ സാമൂഹ്യ ദാർശനികനാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളിൽ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ആധുനികതയുടെ മനുഷ്യ ദർശനത്തെ ഒരു ഭാഗത്തും മറുഭാഗത്ത് ജാതി വ്യവസ്ഥയിൽ വേരുപിടിച്ച അസമത്വത്തെ ശാശ്വതവൽക്കരിച്ച ഇന്ത്യൻ സാമൂഹ്യ ഘടനയെ മറുഭാഗത്തും നിരാകരിക്കാൻ കെൽപ്പുള്ള ഒരാത്മദർശനത്തെ ഗുരുവിൻ്റെ ചിന്ത മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് പടിഞ്ഞാറൻ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ജ്ഞാനോദയത്തിൻ്റെ ഫലമായി നിലവിൽ വന്ന കേവല വ്യക്തിയെ അല്ല, ആ കേവല വ്യക്തിത്വത്തോടുള്ള ഗാഠമായ ഒരു എതിരിട്ട് നിൽക്കൽ ഗുരുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവരുടെ ചിന്തകളൊന്നും പൊതുവിൽ സാമൂഹിക ജനാധിപത്യ വിചാരത്തിന്റെ വലിയ പരിസരത്തിലല്ല നിലനിന്നത്, പല മറ്റു പ്രതലങ്ങളിലാണ്. അത് വികസിച്ചു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂയിയുടെ ആലോചനകളിലുണ്ട്. ഡ്യൂയി പക്ഷേ ഒരു ജീവിത രീതിയാണ് എന്ന നിലയിൽ ജനാധിപത്യത്തെ കാണാൻ ശ്രമിച്ചപ്പോഴും ഈ ജീവിത രീതിക്കുള്ളിൽ എങ്ങനെയാണ് ഹിംസാത്മകമായ ഉള്ളടക്കത്തെ നമുക്ക് മറികടക്കാൻ കഴിയുക എന്ന ചോദ്യം അംബേദ്കർ ഉന്നയിച്ചതുപോലെയോ ഗാന്ധി ഉന്നയിച്ചതുപോലെയോ ഉന്നയിക്കുന്നില്ല. അംബേദ്കർ ജനാധിപത്യത്തെ മൈത്രിയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നാം ജീവിക്കുന്ന വ്യക്തിഗതമായ ജീവിതം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി സാഹോദര്യ ഭാവനാനിഷ്ഠമായിരിക്കണമെന്നും സാഹോദര്യ ഭാവന എന്നത് ഒരു സമൂഹത്തെ സംബന്ധിക്കുന്ന ഒരു പ്രാപഞ്ചികമായ ജീവിതക്രമത്തെ സംബന്ധിക്കുന്ന ഏറ്റവും നൈതികമായ ഒരു ഭാവബദ്ധതയായി ആ സമൂഹത്തിൽ നിലനിൽക്കണം എന്നുള്ള ആശയമാണ്. മൈത്രിയെക്കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ 4 തത്വങ്ങൾ പറയും. അദ്ദേഹം പറയുന്നത്, ഒന്ന്, തനിക്ക് കൈവന്ന ആഘാതം മുഴുവൻ ജനതയ്ക്ക്, മുഴുവൻ ജീവജാലങ്ങൾക്കും കൈവരണമെന്ന സമർപ്പണബോധം. ഇത് പ്രധാനപ്പെട്ട ആധാരമാണ്. തനിക്ക് കൈവന്നതല്ല. വാസ്തവത്തിൽ മഹാഭാരതത്തിൽ വലിയൊരു ചോദ്യമുണ്ട്, എന്താണ് ധർമ്മം എന്ന്. മഹാഭാരതത്തിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയ പ്രശ്നം എന്താണ് ധർമ്മം എന്ന ചോദ്യമാണ്. അതിന് നൂറുകണക്കായ ഉത്തരം മഹാഭാരതത്തിലുണ്ട്. എല്ലാ ഉത്തരവും തെറ്റാണ് എന്ന് മഹാഭാരതം പിന്നെ തെളിയിക്കുകയും ചെയ്യും. ഒരു ഉത്തരം പറയുമ്പോൾ ആ ഉത്തരത്തിൻ്റെ നിരർത്ഥകത വളരെ വൈകാതെ ബോധ്യപ്പെടും. ഏറ്റവും ഒടുവിൽ മഹാഭാരതം ധർമ്മതത്വം എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു അന്തിമമായ ആശയം വളരെ ലഘുവായ ഒരു ആശയമാണ്. അവനവൻ അഹിതമായി തോന്നുന്നത് മറ്റൊരാളിൽ പ്രവർത്തിക്കരുത്. നൽ പരസ്യ സന്തഭ്യാൽ പ്രതികൂലം യഥാത്മന ഏഷ സംക്ഷേപതോ ധർമ്മ കാമാധന്യ പ്രവർത്തതേ. തനിക്ക് അഹിതമായി തോന്നുന്നത് താൻ മറ്റൊരാളിൽ പ്രവർത്തിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ധർമ്മം. ബാക്കിയൊക്കെ ഇഷ്ടം പോലെ. അതുകൊണ്ട് നമുക്ക് അഹിതമാണ് എന്ന് കരുതുന്ന ഒന്ന് മറ്റൊരാളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്ന ഒരു കാറ്റഗോറിക്കലായ ഒരു അടിസ്ഥാനപരമായ അപ്രയോറി എന്ന് പറയാവുന്ന നമ്മുടെ ഉണ്മയ്ക്ക് മുൻപേ നിലവിൽ നിൽക്കേണ്ട ഒരു ആധാര തത്വം എന്ന നിലയിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ആശയത്തെ ഏതാണ്ട് അംബേദ്കറുടെ ചിന്തയിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നത് ഈ അടിസ്ഥാനപരമായി തനിക്ക് കൈവന്ന ജീവിതാഹ്ലാദം മറ്റെല്ലാവർക്കും കൈവരണമെന്ന സമർപ്പണ ബോധം, സർവചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം, എല്ലാറ്റിനോടുമുള്ള തുറസ്, ഒന്നിനോടുമുള്ള വെറുപ്പില്ലായ്മ, ഈ 4 മൂല്യങ്ങളുടെ ഒരു സംയോജിത ഭാവത്തിലാണ് അദ്ദേഹം മൈത്രി എന്ന് പറയുന്നത്. അത് കേവല സൗഹൃദമല്ല. ഞാനിതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂല്യത്തെ എന്തുകൊണ്ട് ജനാധിപത്യവുമായി അദ്ദേഹം ഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനാധിപത്യത്തിൽ നിലീനമായിരിക്കുന്നു എന്ന്
ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച ഈ വൈരുദ്ധ്യത്തെ മറികടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭൂതി തലം ജനാധിപത്യത്തിന് ആവശ്യമാണ്. ഈ അനുഭൂതി തലം നൽകാൻ കഴിയുക, അതും അംബേദ്കറുടെ ചിന്തയിൽ നിർത്തി പറയേണ്ട ഒരു കാര്യമാണ്, ഈ അനുഭൂതി മണ്ഡലം പ്രദാനം ചെയ്യാൻ കഴിയുക മതത്തിനാണ് എന്ന് അംബേദ്കർ കരുതുന്നത്. 1956 മാർച്ചിൽ അക്കരയിൽ നടത്തുന്ന പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്ന ഒരു കാര്യം, വിതൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന് പറയുന്നത്. പക്ഷെ മതമെന്ന് അദ്ദേഹം പറയുന്നത് എന്തിനാണ് എന്ന കാര്യം ശ്രദ്ധിക്കണം. റിലീജിയൻ ഓഫ് വാല്യൂസ് ആണ്, റിലീജിയൻ ഓഫ് റിച്വൽസ് അല്ല. ആചാരനിഷ്ഠമായ മതമല്ല, മൂല്യബദ്ധമായ മതം. എന്തുകൊണ്ട് സെക്യുലർ ലോസ് പര്യാപ്തമല്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം, സെക്യുലർ ലോസ് ക്യാൻ ബി വയലേറ്റഡ് ബൈ എനിവൺ. ആർക്കും ലംഘിക്കാൻ കഴിയുന്ന ഒന്നാണ് മതനിരപേക്ഷമായ കേവല നിയമങ്ങൾ. മറിച്ചൊരു മൂല്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് നിരാകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് മാനുഷിക ഭാവനയ്ക്ക് നിരാകരിക്കാൻ പറ്റാത്ത മൂല്യ സമുച്ചയമായി മൈത്രി എന്ന ഭാവം മാറിത്തീരുകയും ഈ മൈത്രി ഭാവം മുമ്പോട്ട് വയ്ക്കുന്ന സമർപ്പണബോധം, സാഹോദര്യ ഭാവന, പ്രാപഞ്ചിക വ്യാപ്തിയുള്ള സ്നേഹം, അതുപോലെ തന്നെ ആരോടുമുള്ള വെറുപ്പില്ലായ്മ എന്നീ മൂല്യങ്ങളെ ചേർത്ത് വച്ച് ജനാധിപത്യത്തിന് പുതിയൊരു പ്രകാരം നൽകാൻ കഴിയണമെന്നും അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് പാകപ്പെട്ട ഒരു സമൂഹമേ അല്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചർച്ചകളിൽ അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ത്യ അടിസ്ഥാനപരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമൂഹമാണ്. കാരണം മനുഷ്യർ തുല്യരല്ല എന്ന യുക്തിയെ സഹസ്രാബ്ദങ്ങളായി പൊറ്റു വളർത്തിയ ഒന്നാണ് ഇന്ത്യൻ സമൂഹം. അത് ജാതിയാണ്. അതുകൊണ്ട് ജാതിബന്ധം എന്നത് അടിസ്ഥാനപരമായി സമൂഹ വിരുദ്ധമായ ഒന്നായിരിക്കെ ആ സാമൂഹ്യ ഭാവനയ്ക്കകത്ത് നൂറ്റാണ്ടുകളായും സഹസ്രാബ്ദങ്ങളായും നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യൻ സമൂഹം എന്നിരിക്കെ നിശ്ചയമായും ഇന്ത്യക്ക് ജനാധിപത്യത്തെ സ്വാഭാവികമായി സ്വാംശീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു പ്രശ്നം ഇവിടെ കയറി വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനകളിലൊന്നാണ്. 1,17,000-ലധികം വാക്കുകളുള്ള, മിക്കവാറും ആരും തന്നെ വായിച്ചു തീർത്തിട്ടില്ലാത്തൊരു പുസ്തകത്തിന്റെ പേരാണ് ഭരണഘടന എന്നത്. അത് വായിച്ചു തീർക്കാൻ എളുപ്പമല്ല. ലോകത്തെ മറ്റെല്ലാ ഭരണഘടനകളും ഒക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളാണെങ്കിൽ, ഓസ്ട്രേലിയൻ ഭരണഘടനയൊക്കെ നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അധ്യായത്തിന്റെ വലിപ്പമേ ആകെ കൂടിയുള്ളൂ. പക്ഷെ ഇന്ത്യൻ ഭരണഘടന അതിവിസ്തൃതമാണ്. അത് അക്കാലത്ത് വലിയ വിമർശനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, പലരും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ എന്ന് പറയുന്നത് ഇന്ന് ശ്രദ്ധാപൂർവം ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കാരണം ഭരണഘടനാ അസംബ്ലി എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ഇന്ത്യയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ പശ്ചാത്തലത്തിലാണ് 1946 ഭരണഘടനാ അസംബ്ലി നിലവിൽ വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു, പുതിയൊരു ഭരണഘടന വേണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ട ഒരു അസംബ്ലി രൂപപ്പെടുത്താൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്ന് അതിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ഒടുന്നതിന് സാധ്യമല്ല എന്നതുകൊണ്ട് 1945 നടന്ന പ്രവിശ്യാ തെരഞ്ഞെടുപ്പുകളിൽ പ്രവിശ്യാ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് അവർ തെരഞ്ഞെടുത്ത അംഗങ്ങളാണ് ഭരണഘടനാ അസംബ്ലി അംഗങ്ങളായത്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ. പ്രവിശ്യാ തെരഞ്ഞെടുപ്പുകളിൽ പ്രായപൂർത്തി വോട്ടവകാശമൊന്നും സാർവത്രികമായി നിലവിൽ വന്നിരുന്നില്ല. ജനങ്ങൾ വ്യാപകമായി വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്കൊക്കെ അപ്രവടിയായി നീങ്ങിയത്. ചില കണക്കുകൾ പറയുന്നത് പ്രകാരം 45 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 13 മുതൽ 15% വരെ ആളുകൾ മാത്രമാണ് 45 തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 15% പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയ ഒരു സംവിധാനമാണോ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കേണ്ടത്? അവരിൽ നിന്നാണോ ഭരണഘടനാ അസംബ്ലി രൂപപ്പെടുത്തേണ്ടത്? ഈ ഒരു ചോദ്യം അന്ന് വലിയ തർക്ക വിഷയമായിട്ട് ഉയർന്നു വന്നിരുന്നു. അതിനോട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ മുൻനിർത്തി സോഷ്യലിസ്റ്റുകൾ, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സോഷ്യലിസ്റ്റുകൾ. അവർ ഭരണഘടനാ അസംബ്ലി ബഹിഷ്കരിക്കുകയും ചെയ്തു. വാമന മഹർലോഹിയും ജയപ്രകാശ് നാരായണനും അജിത് പടുവർദ്ധനും മീനു മസാനിയും ഒക്കെയുള്ള ആളുകൾ ഭരണഘടനാ അസംബ്ലി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അക്കാലത്ത് ധാരാളം സംശയങ്ങളും ഇതിനെ സംബന്ധിച്ച് ഉണ്ട്. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും മുസ്ലിം ലീഗ് അംഗങ്ങൾ 100ഓളം പേർ ഭരണഘടനാ അസംബ്ലി അംഗങ്ങളായി മാറുകയും ചെയ്തെങ്കിലും അസംബ്ലി രൂപീകരിക്കപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോഴേക്കും പാകിസ്ഥാൻ എന്ന ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിൽ അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ
99 അംഗങ്ങളിൽ നിന്ന് 289 അംഗങ്ങളിലേക്ക് ഭരണഘടനാ അസംബ്ലിയിൽ അംഗസംഖ്യ ചുരുങ്ങുകയുണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള പരിമിതികൾക്കുള്ളിലാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്നത്. എങ്കിലും സമ്മേളിച്ച് അതിൻ്റെ സുദീർഘമായ ചർച്ചകളിലൂടെ അടിസ്ഥാനപരമായി ജനാധിപത്യപരമായ ഒരു ചട്ടക്കൂട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകാനും അതിന് ഒരുപക്ഷെ അന്ന് ലോകത്ത് രൂപപ്പെട്ട മൂന്നാം ലോകത്ത് രൂപപ്പെട്ട ഏത് സമൂഹത്തെക്കാളും മെച്ചപ്പെട്ട ജനാധിപത്യ അടിസ്ഥാനങ്ങളിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിൻ്റെ ആധാരമാക്കി മാറ്റാനും ഭരണഘടനാ അസംബ്ലിക്ക് കഴിയുന്നു. ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാജേന്ദ്രപ്രസാദ്. രാജേന്ദ്രപ്രസാദ് ചുമതലയേൽക്കുന്നത് 46 ജനുവരി 11-ാം തീയതിയാണ്. ഡിസംബർ 11-ാം തീയതി. 46 ഡിസംബർ 9-നാണ് ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്നത്. 49 നവംബർ 26 വരെ ഏതാണ്ട് 3 വർഷക്കാലം ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുകയാണ്. 11-ന് അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, മുസ്ലിം ലീഗ് അംഗങ്ങൾ ഈ സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഈ സഭയിലുള്ളവരുടെ ഉത്തരവാദിത്തം കുറെ കൂടി വലുതാകുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ് അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഉന്നയിക്കുമായിരുന്ന ഭിന്നാഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ കൂടി ഉന്നയിക്കാനും അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതിൽ അങ്ങനെ വ്യത്യസ്തതകളുടെ അഭാവം ഒരു സാധ്യതയായിട്ടല്ല, വ്യത്യസ്തതകളുടെ അഭാവം ഒരു പോരായ്മയായിട്ടാണ്. ശ്യാംപ്രസാദ് മുഖർജിയോ അംബേദ്കറോ ഒക്കെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുന്നത് തന്നെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ ഈ ഇൻക്ലൂസീവായ ഒരു പൊസിഷന്റെ ഭാഗമായിട്ടാണ് എന്നിപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം തന്നെ രൂപപ്പെടുത്തിയെടുത്ത മൗലികമായ ഒരു സവിശേഷതയും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഇപ്പോൾ യൂറോപ്യൻ നാഷണലിസത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്ന 3 ഘടകങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. യൂറോപ്യൻ നാഷണലിസം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് പ്രിൻസിപ്പിൾസിനെ മുൻനിർത്തി മതം, ഭാഷ, സംസ്കാരം തുടങ്ങിയവയെ മുൻനിർത്തിയാണ് ദേശീയതയെ നിർവചിച്ചതെങ്കിൽ ഇന്ത്യൻ ദേശീയത അങ്ങനെ ആഭ്യന്തരമായ ഏതെങ്കിലും ഒരു തത്വത്താലല്ല നിർവചിക്കപ്പെട്ടത്. ഇന്ത്യൻ ദേശീയതയെ നമ്മൾ ഏകമാനമായി കാണാതെ അതിനകത്തുള്ള നിർണായകമായ ഒരു വെട്ടിത്തിരിയതിനെ ശ്രദ്ധാപൂർവം കാണേണ്ടതുണ്ട്. 1920-കളിൽ സംഭവിച്ചൊരു വഴിമാറലാണ്. 1920-കൾ വരെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഏതാണ്ട് യൂറോപ്യൻ നാഷണലിസത്തിന്റെ തുടർച്ചയിൽ മതാത്മകമായ ഒരു രാഷ്ട്രഭാവനയെ മുൻനിർത്തി തന്നെയാണ് വികസിച്ചു വന്നത്. തിലകൻ അല്ലെങ്കിൽ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ ഘോഷ്, ഇങ്ങനെ ആരെ എടുത്താലും മതാത്മകമായ ഒരു രാഷ്ട്രസ്വത്വം അവരുടെ ഒക്കെ ഭാവനയ്ക്ക് പിന്നിലുണ്ട്. ഈ രാഷ്ട്രസ്വത്വ സങ്കല്പത്തെ തിരുത്തിക്കൊണ്ട് മതത്തിന് കുറുകെ നീങ്ങാവുന്ന മാനുഷികതയുടെ പുതിയൊരു പ്രതലത്തെ രൂപപ്പെടുത്തുന്നത് 1920-കൾ മുതലുള്ള കാൽനൂറ്റാണ്ട് കാലമാണ്. ആ പ്രക്രിയയുടെ കേന്ദ്രബിംബമായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധിയുടെ മൗലികമായ പ്രാധാന്യം ഇന്ത്യൻ ദേശീയതയെ അത് മതനിരപേക്ഷമായ ഒരു ആധാര ഘടനയിലേക്ക് കൊണ്ടുവന്നു. അത് മതനിരപേക്ഷത എന്നൊന്നും പറഞ്ഞിട്ടല്ല, മറിച്ച് ഇർഫാൻ ഹബീബ് പറയുന്ന ഒരു മനോഹരമായ നിരീക്ഷണമുണ്ട്. കേവലമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് അടിസ്ഥാനപരമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ ഒരാൾ ഗാന്ധിയാണ് എന്ന് ഇർഫാൻ നിരീക്ഷിക്കുന്നുണ്ട്. അത് കർഷകർക്ക് വിളവിന് വില കിട്ടണമെന്നാകാം, അത് സ്വദേശി വസ്ത്രം എന്നുള്ളതാകാം, ഉപ്പിന് നികുതി കൊടുക്കില്ല എന്നുള്ളതാകാം, ഐത്തോച്ചാടനം എന്നുള്ളതാകാം, അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങൾ, ഭൗതിക പ്രശ്നങ്ങൾ, അതല്ലാതെ അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല. അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യത്തിലേക്ക് നീങ്ങുന്നതിന് എത്രയോ മുമ്പ് ആഭ്യന്തരമായി പരിഷ്കരിക്കപ്പെടേണ്ട, നവീകരിക്കപ്പെടേണ്ട പലതും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന ഭാഗമാണ് എന്ന വീക്ഷണം നമ്മുടെ ജനാധിപത്യ ഭാവനയിലേക്ക് അദ്ദേഹം ചേർക്കുകയുണ്ടായി. ഇപ്പൊ ഗാന്ധി ആദ്യത്തെ വധശ്രമത്തിന് വിധേയമാകുന്നത് 1935-ലാണ് ഇന്ത്യയിൽ വന്നതിന് ശേഷം. അതിനുശേഷം 6ാമത്തെ വധശ്രമത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 35-ല് ഗാന്ധിയെ കൊല്ലാനായിട്ട് പൂനെയിലെ ചിത്പാവൻ ബ്രാഹ്മണര് ഒരുങ്ങി പുറപ്പെടുന്നത് അംബേദ്കറുമായിട്ട് 2ാം വട്ടമയ സമ്മേളനം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി ഐത്തോച്ചാടനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയായി മുന്നോട്ട് വച്ചതിനെ ചൊല്ലി ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിനുണ്ടായ കടുത്ത വിദ്വേഷം
അതിനു മുമ്പേ അയിത്തോച്ചാടനം ഒരു പ്രധാന പരിപാടിയായിട്ട് ഗാന്ധി നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം അതിനെ അതിതീവ്രമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അതുപോലെ ശ്രമിച്ചിട്ടില്ല. ആ ശ്രമത്തിന്റെ പ്രേരണ അംബേദ്കറുമായി 32-ല് അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയാണ്. 31-ല് രണ്ടാം വട്ട സമ്മേളനത്തിന് പോകുന്നതിന് മുമ്പ് ഗാന്ധി അംബേദ്കറും തമ്മിൽ 1931 ഓഗസ്റ്റ് 14-ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഗാന്ധി അംബേദ്കറോട് പറയുന്ന ഒരു കാര്യം, താങ്കളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അന്ന് ദേശീയ പ്രസ്ഥാനത്തിലോട്ട് അംബേദ്കർ ആയി നിൽക്കുന്ന കാലമാണ്, താങ്കളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞ സമയത്താണ് അംബേദ്കർ പറഞ്ഞത്, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. മാതൃരാജ്യം നിങ്ങളുടെ വഴി നടക്കാൻ അവകാശമില്ലാത്ത, കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശമില്ലാത്ത, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത, പൊതുവഴിയിലൂടെ നടന്നുകൂടാത്ത ആളുകൾക്ക് ഏതാണ് മാതൃരാജ്യം? ഈ ചോദ്യം ഗാന്ധിയെ നിർണായകമായി ഉലച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള പരിഹാരം കൂടിയായിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര അജണ്ടയിലേക്ക് അയിത്തോച്ചാടനം എന്ന ആശയത്തെ ഗാന്ധി പിന്നീട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഈ ശ്രമം ഉണ്ടെങ്കിലും ഇപ്പോ നമ്മുടെ വൈക്കം സത്യാഗ്രഹ സമയത്തൊക്കെ ഗാന്ധി അയിത്തത്തിനെതിരായ സമരം എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം അയിത്തോച്ചാടന സമരത്തിന്റെ ഭാഗമാണെന്ന് ടി.കെ. മാധവൻ ഗാന്ധിയെ കണ്ട് തൃശ്ശിരാപ്പള്ളിയിൽ വെച്ച് കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാക്കനാട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ആ പ്രമേയം അംഗീകരിക്കപ്പെടുകയും വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ പോലും അയിത്തോച്ചാടനത്തെ ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് ഗാന്ധി അന്ന് ഉയർത്തിയിരുന്നില്ല. അത് അംബേദ്കർ ഇവിടെ പറയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് താൻ പ്രസിദ്ധീകരിക്കുന്ന ജനത എന്ന പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അംബേദ്കർ ഗാന്ധിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, മറ്റാരും ദളിത് പ്രശ്നത്തെ, നമ്മുടെ പ്രശ്നത്തെ ഒരു ഗൗരവമുള്ള കാര്യമായി പരിഗണിക്കാതിരുന്നൊരു ഘട്ടത്തിൽ അതിനെ അങ്ങനെ കണ്ട ഒരാൾ ഗാന്ധിയാണ്. അത് അത്രത്തോളം വലുതുമാണ്. പക്ഷേ ഖാദിക്കും അതുപോലെ തന്നെ നൂൽനൂൽപ്പിനും ചക്കയ്ക്കുമൊക്കെ ഗാന്ധി കൊടുത്ത അതേ പ്രാധാന്യം അയിത്ത നിർമ്മാർജ്ജനം എന്നതിന് ഗാന്ധി കൊടുത്തില്ല. കോൺഗ്രസ് മെമ്പർഷിപ്പിന് ഖാദി അതുപോലെ ചർക്കയിലെ നൂൽനൂൽക്കലിൽ നിർബന്ധമാക്കിയതുപോലെ കോൺഗ്രസ് മെമ്പർഷിപ്പിന് അയിത്ത നിർമ്മാർജ്ജനം എന്നത് നിർബന്ധമാക്കാൻ ഗാന്ധി തീരുമാനിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ത്യൻ സാമൂഹ്യ ഘടന മാറുമായിരുന്നു. അത് ചെയ്യാൻ ഗാന്ധി തയ്യാറായില്ല എന്ന വിമർശനം നമുക്കുണ്ട്. അപ്പോൾ പോലും അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ആദ്യമായി ഒരു ചുവട് വെച്ചത് എന്നതിന്റെ പ്രാധാന്യം നാം കാണാതിരുന്നുകൂടാ എന്ന നിലയിൽ വിമർശനത്തോടെ തന്നെ ഗാന്ധിയെ വിലയിരുത്തുന്ന ഒരു സമീപനം അംബേദ്കർ അന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷെ 32-ന് ശേഷം ഗാന്ധി അയിത്തോച്ചാടനം എന്ന് പറയുന്നതിനെ ഇന്ത്യൻ ജനാധിപത്യവൽക്കരണത്തിന്റെ കേന്ദ്ര പ്രശ്നങ്ങളിൽ ഒന്നായി ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ തന്റെ പ്രധാന രാഷ്ട്രീയ കാര്യപരിപാടിയാക്കി മാറ്റുകയും 35-ൽ അദ്ദേഹം ആദ്യത്തെ വധശ്രമത്തെ അതിന്റെ പശ്ചാത്തലത്തിൽ നേരിടുകയും ചെയ്തു. ഗാന്ധി സഞ്ചരിച്ച കാറാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ ബ്രാഹ്മണവാദികൾ എറിഞ്ഞ ബോംബ് അതിനു മുമ്പ് വന്ന കാറിൽ ചെന്ന് വീണ് അതി കത്തി നശിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഗാന്ധി വാസ്തവത്തിൽ പിന്നെ ബാക്കിയുണ്ടായത്. എങ്കിലും ആ ശ്രമം തുടരുകയും 48 ജനുവരി 30-ന് അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യപരമാകണമെങ്കിൽ അഥവാ ജനാധിപത്യം ഇന്ത്യയിൽ സാർത്ഥകമാകണമെങ്കിൽ അടിസ്ഥാനപരമായി 2 തരത്തിലുള്ള നവീകരണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്ന്, സമത്വഭാവനയെ, സമത്വം എന്നതിന് പകരം സാഹോദര്യത്തെ അദ്ദേഹം ഉയർത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സമത്വം എന്നത് അമൂർത്തമായ ഒരു ആശയമാണ്, സാഹോദര്യം എന്നത് മൂർത്തമായ ഒരു അനുഭവമൂല്യമാണ്. അനുഭവമൂല്യം എന്ന നിലയിൽ വ്യക്തികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഭാവശക്തിയായിട്ടാണ് സാഹോദര്യത്തെ അദ്ദേഹം കാണുന്നത്. നാരായണഗുരു എഴുതുമ്പോൾ സോദരത്വേന വാഴുന്ന എന്നെഴുതുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സാഹോദര്യ ഭാവനയെ സമൂഹത്തിൽ ബലിഷ്ഠമാക്കിക്കൊണ്ടല്ലാതെ ഇന്ത്യയെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പക്ഷെ ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് അംബേദ്കർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് പകരം വയ്ക്കാനുള്ള സാധ്യത, അസമത്വത്തെ സഹജമെന്ന നിലയിൽ സ്വാംശീകരിച്ച സുദീർഘ പാരമ്പര്യത്തിന്റെ സാന്നിധ്യം, ഇത് രണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ ഭീമാകാരമായി വിഴുങ്ങിക്കളയും എന്ന കാര്യം അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ പറയുന്നുണ്ട്. സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു ചാണകക്കുലയ്ക്ക് മുകളിലാണ് ഇന്ത്യൻ ജനാധിപത്യം നാം പടുത്തുയർത്തുന്നത് എന്ന് അംബേദ്കർ ആ സന്ദർഭങ്ങളിലെടുത്ത് പറയുന്നുണ്ട്. അന്ന് ചാണകത്തിനൊന്നും അർത്ഥമൊന്നുമില്ല, എന്നാലും അംബേദ്കർ അത് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് ഈ 2 ഘടകങ്ങൾ, ഒരു ഭാഗത്ത് അത്
വ്യക്തി എന്ന കേവല തത്വത്തിന് പകരം വ്യക്തി എന്ന ആദിമധ്യാന്ത പൊരുത്തമുള്ളതും ഉദ്ഗ്രഥിതവുമായ ഒരു കേവല സത്ത എന്ന വ്യക്തി സങ്കല്പത്തിന് പകരം വ്യക്തിയെ അയവാർന്നതും അഴിഞ്ഞതും തുറസുള്ളതുമായ ഒന്നാക്കി മാറ്റുക. വാസ്തവത്തിൽ ഈ ഒരു പാരമ്പര്യത്തിന് ഇന്ത്യയിൽ ഒരു സമാന്തര വഴിയുണ്ട്. ആ സമാന്തര വഴി ബുദ്ധനിൽ തുടങ്ങുന്ന ഒന്നാണ്. കാർക്കശ്യത്തിൻ്റെയും സയുക്തികതയുടെയും താർക്കികതയുടെയും അന്തിമജ്ഞാനത്തിൻ്റെയും വഴിയായി ബ്രാഹ്മണ്യം ഒരു ഭാഗത്ത് വികസിച്ചു വരുന്നതിൻ്റെ സമാന്തരമായി ബുദ്ധനിലും മധ്യകാല ഭക്തി പാരമ്പര്യത്തിലും രമണ മഹർഷിയിലും ശ്രീരാമകൃഷ്ണനിലും നാരായണ ഗുരുവിലും ഒക്കെയായിട്ട് ഇതിൻ്റെ ഒരു വിപരീത ഭാവന വാസ്തവത്തിൽ ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തിലുണ്ട്. സൂഫിസത്തിലും ഒക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. ഈ ഒരു ധാരയെയാണ് ജനാധിപത്യത്തിലേക്ക് സന്നിവേശിപ്പിക്കാനായിട്ട് അംബേദ്കർ ശ്രമിക്കുകയും ആ ധാരയുടെ സ്വാംശീകരണം എന്ന നിലയിലാണ് മൈത്രി എന്നതിനെ അദ്ദേഹം ഈ ജനാധിപത്യ ഭാവനയുടെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഫാഷൻ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ആധുനികതയുടെ ആധാരങ്ങളെ അതേപടി സ്വീകരിച്ചാൽ ജനാധിപത്യത്തെ നമുക്ക് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാനാകുമെന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അംബേദ്കർ ഉന്നയിക്കുന്ന സംശയമാണ്. ഒരു ഘട്ടത്തിൽ ഗാന്ധിയും ഈ സംശയം പ്രബലമായിട്ട് വരും. ഇപ്പൊ ഗാന്ധി മോഡേൺ നേഷൻ സ്റ്റേറ്റിനെയും സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളെയും എതിർക്കുന്നതിന്റെ പിന്നിൽ തന്നെ ഇത്തരത്തിലൊരു ഊന്നലുണ്ട്. അതായത് എല്ലാ വ്യക്തികളും സ്വാർത്ഥരാണെന്നും ഈ സ്വാർത്ഥമാണ് വ്യക്തികളെ നയിക്കുന്നത് എന്നതുകൊണ്ട് ഓരോ വ്യക്തിയും മറ്റെല്ലാ വ്യക്തികൾക്കും എതിരാണ് എന്നുമാണ് തോമസ് ഹോബ്സ് ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്ന സമൂഹ സങ്കല്പത്തിന്റെ ആധാരം. ഓൾ അഗെയിൻസ്റ്റ് ഓൾ. എനിക്ക് എൻ്റെ ആശയങ്ങൾ, ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഓരോരുത്തർക്കും അവരവരുടേതായ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒരു സമൂഹത്തെ കയോട്ടിക് ആക്കുമെന്നതുകൊണ്ട് സമൂഹം മൊത്തം അരാജകത്വത്തിൽ പെട്ടുപോകാതിരിക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തി തീരുമാനിക്കാനുള്ള അധികാരം നമുക്ക് മുകളിലുള്ള ഒരു ശക്തിക്ക് കൈമാറുന്നു. അതാണ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന നിയമാവലികൾക്കുള്ളിൽ ഓരോ വ്യക്തിയും നിയന്ത്രിതമായി ജീവിക്കുന്നു. ഇതാണ് റൂൾ ഓഫ് ദി ലോ, നിയമവാഴ്ച. ഇങ്ങനെ നിയമവാഴ്ചയും ഭരണകൂടവും എന്ന സങ്കല്പം അടിസ്ഥാനപരമായി വ്യക്തിയെ സ്വാർത്ഥത്തിൽ നിർവചിക്കുന്നു, സെൽഫിഷ്നെസ് എന്നതിൽ നിർവചിക്കുന്നു. ഗാന്ധി ഉന്നയിച്ച കൗണ്ടർ ക്വസ്റ്റ്യൻ അഖിൽ പിൽഗ്രാമി അത് വളരെ ഗംഭീരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഗാന്ധി ഉന്നയിച്ച കൗണ്ടർ ക്വസ്റ്റ്യൻ വ്യക്തികളിൽ സ്വാർത്ഥം മാത്രമാണ്. വ്യക്തികളിൽ സ്വാർത്ഥം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ വ്യക്തികളിൽ സ്വാർത്ഥം പോലെ തന്നെ മനുഷ്യരിൽ പരിത്യാഗശേഷിയുണ്ട്, മനുഷ്യരിൽ ത്യജിക്കാനുള്ള ശേഷിയുണ്ട്. ആ ത്യജിക്കാനുള്ള ശേഷി ക്രിസ്തുവിനോ ബുദ്ധനോ അല്ലെങ്കിൽ വിപ്ലവകാരികൾക്കോ ഒന്നും മാത്രമല്ല, ഏത് സാധാരണ മനുഷ്യർക്കുണ്ട്. എവിടെയാണ് ത്യജിക്കാനുള്ള ശേഷി വരുന്നത്? ഗാന്ധി പറഞ്ഞ രണ്ട് മൂല്യങ്ങൾ, ഒന്ന് സ്നേഹത്തിലാണ്, മറ്റൊന്ന് വാത്സല്യത്തിലാണ്. സ്നേഹത്തിലും വാത്സല്യത്തിലും മനുഷ്യർ തങ്ങൾക്കല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒന്നിനു വേണ്ടി ത്യജിക്കാൻ സന്നദ്ധാകും. സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു എക്സ്പ്ലനേഷൻ, ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ വൺസ് ഓൺ. ഒരാളുടെ ആഹ്ലാദത്തിന് മറ്റൊരാളുടെ ആഹ്ലാദം അനിവാര്യമായിരിക്കുന്ന സ്ഥിതിയാണ് സ്നേഹം. അതുകൊണ്ട് സ്നേഹം സാധ്യമാകുന്നത് നിങ്ങളെ കൊണ്ടല്ല, സ്നേഹം സാധ്യമാകുന്നത് നിങ്ങളല്ലാത്തൊന്നിനെ കൊണ്ടാണ്. അതോടെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ സ്നേഹം ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ് കേട്ടോ. ഫാഷിസം വാസ്തവത്തിൽ സ്നേഹവിരുദ്ധമായ വെറുപ്പിന്റെ മൂല്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കെ സ്നേഹം അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മൂല്യമായി തീരുന്നത് അത് ആത്മബോധത്തിലേക്ക് അപരോന്മുഖതയെ നിരന്തരമായി കടത്തിക്കൊണ്ടുവരും എന്നതുകൊണ്ടാണ്. ഒരു തത്വമായിട്ടല്ല, ഒരു അനുഭവമൂല്യമായിട്ട്. അനുഭവമൂല്യമായി വരുന്ന ഈ സ്നേഹം ഒരു പ്രബലമായ രാഷ്ട്രീയ മൂല്യമാണ്. ഒരുപക്ഷെ ഇത് മലയാളത്തിലെ ഏറ്റവും ആദ്യം പറഞ്ഞ ആള് ഒരു തത്വചിന്തകനൊന്നുമല്ല, ഒരു കവിയാണ്. മൂപ്പരുടെ പേര് കുമാരനാശാൻ. കുമാരനാശാന്റെ 1923 ചണ്ടാലഭിക്ഷുകിയില് ആശാൻ സ്നേഹത്തെ രാഷ്ട്രീയമായി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാപതി തന്നെ മരണം എന്ന് പറഞ്ഞ് സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം എന്ന് ജാതിവിരുദ്ധമായ തൻ്റെ ആശയങ്ങളെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ബുദ്ധൻ ആ ജാതിക്കെതിരായ അടിസ്ഥാന മൂല്യം എന്ന നിലയിൽ ഉയർത്തുന്നത് സ്നേഹം എന്ന തത്വത്തെയാണ്. ഈ സ്നേഹം പാശ്ചാത്യ ആധുനികത ഉയർത്തിയെടുത്ത കേവലമായ വ്യക്തി, ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ നാം പറഞ്ഞു വരുന്ന അഖണ്ഡ വ്യക്തിത്വം, ആ അഖണ്ഡ വ്യക്തി, കേവല വ്യക്തി, തന്നിൽ തന്നെ പൂർണ്ണതയുള്ള ഒരു വ്യക്തി എന്ന സങ്കല്പത്തെയും മറികടന്നു പോകുന്ന ഒന്നാണ്. ഇങ്ങനെ സ്നേഹഭാവത്തെ രാഷ്ട്രീയ പ്രയോഗത്തിന്റെ, രാഷ്ട്രീയമായ ജനാധിപത്യ ഭാവനയുടെ പുനർനിർവചനത്തിന്റെ കാതലിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്
ഈ മൈത്രി എന്ന ആശയത്തെ വാസ്തവത്തിൽ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇന്ത്യയുടെ പിൽക്കാല ജനാധിപത്യ ചരിത്രം നോക്കിയാൽ വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യം 1920-കളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയൻ ഇന്റർവെൻഷനും ഗാന്ധിയുടെ എതിരാളികളും ഗാന്ധിയുടെ വിമർശകരും ഒക്കെ അന്ന് ഗാന്ധിയോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഗാന്ധി എന്ന് ഞാൻ പറയുന്നത് ഒറ്റക്കൊരാളെന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് മതാത്മകമായ ഒരു രാഷ്ട്രഭാവനയ്ക്കെതിരെ മതനിരപേക്ഷവും ബഹുസ്വരവുമായ ഒരു സമൂഹ ഭാവനയുടെ സംയോജിത സ്ഥാനമാണ് ഗാന്ധി. അതിൽ ഗാന്ധിയുടെ എതിരാളികളുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഗാന്ധിയുടെ വലിയ വിമർശനം ഗാന്ധിയന്മാരായി തീർന്നത് എന്ന ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. ഇർഫാൻ ഹബീബ് തന്നെ പറയുന്നുണ്ട്. ഇർഫാന്റെ പിതാവ് പ്രൊഫസർ മുഹമ്മദ് ഹബീബ് അലിഗഡ് സർവകലാശാലയിലെ ചരിത്രാധ്യാപകൻ, ഇന്ത്യയിലെ ആദ്യകാല ചരിത്ര രചയിതാക്കളിൽ ഏറ്റവും പ്രധാനിയുമാണ്. അദ്ദേഹം മാർക്സിസ്റ്റാണ്. അദ്ദേഹം ഗാന്ധിയുടെ വിമർശകനൊക്കെയാണ്, കടുത്ത വിമർശകനാണ്. പക്ഷേ മഹാത്മാവ് എന്നല്ലാതെ ഗാന്ധി എന്ന് പറയാൻ പോലും വീട്ടിൽ അദ്ദേഹം അനുവദിക്കുമായിരുന്നില്ല എന്ന് ഇർഫാൻ പറയുന്നുണ്ട്. അപ്പൊ ഇർഫാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ വിമർശകനായ ഒരാൾക്ക് ഗാന്ധി എന്ന പേര് പോലും നേരിട്ട് പറയാൻ പറ്റാത്തത്, മഹാത്മാവെന്ന് പറയേണ്ടി വരും, ഈ പാരഡോക്സ് എങ്ങനെ വിശദീകരിക്കും എന്ന് ഇർഫാൻ ചോദ്യം ഉന്നയിക്കുകയും അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ദേശീയ ഭാവനയിൽ ഗാന്ധി കൊണ്ടുവന്ന മാറ്റമെന്ത് എന്നതിൻ്റെ വിശദീകരണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ആധുനികമായ ഒരു മൂല്യത്തെ ഇർഫാനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അദ്ദേഹം പറയുന്നത് പാരമ്പര്യത്തിന്റെ പരിവേഷത്തിനുള്ളിൽ ആധുനികതയുടെ മൂല്യങ്ങളെ സന്നിവേശിപ്പിക്കുകയാണ് ഗാന്ധി ചെയ്തത്. അദ്ദേഹം തൊഴിലിന്റെ അന്തസ്സ്, മനുഷ്യർക്കിടയിലുള്ള സമത്വം, അഹിംസ തുടങ്ങിയ ധാരാളം മൂല്യങ്ങളെ അദ്ദേഹം പാരമ്പര്യമെന്ന പരിവേഷത്തിനുള്ളിൽ കൊണ്ടുവരികയും വാസ്തവത്തിൽ ആ മൂല്യങ്ങളൊക്കെ ഏറെക്കുറെ ആധുനികമായ ഒരു മൂല്യവ്യവസ്ഥയുടെ ആധാരമായി തീരുകയും ചെയ്തു. വേണമെങ്കിൽ ഓർക്കാവുന്ന കാര്യം, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഏതാണ്ട് ആസൂത്രിതമായ നിലയിൽ ബൗദ്ധമായ ഒരു വേദ് ഇന്ത്യൻ രാഷ്ട്രഭാവനയിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മൾ ധാരാളമായ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലെ നമ്മുടെ ത്രിവർണ്ണ പതാകയിലുണ്ടായിരുന്ന ചർക്ക മാറ്റിയിട്ട് ചർക്കയുടെ സ്ഥാനത്ത് അശോകന്റെ ധർമ്മചക്രം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അശോകന്റെ സിംഹങ്ങൾ, അശോകന്റെ ധർമ്മോദ്ബോധനം നടത്തുന്ന സിംഹങ്ങളെ നമ്മുടെ ദേശീയ ചിഹ്നമാക്കി മാറ്റുന്നു. നളന്ദയും സാരനാഥും പോലുള്ള സ്ഥലങ്ങളൊക്കെ ദേശീയ പാരമ്പര്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റുന്നു. ഇതൊന്നും ബൗദ്ധമായ ഒരു വഴി ഇന്ത്യൻ പാരമ്പര്യത്തിൽ അത്ര ബലിഷ്ഠമായതുകൊണ്ടൊന്നുമല്ല. ബൗദ്ധമായ വഴി എന്ന് ഞാൻ പറയുന്നത് അഹിംസയുടെയും മറ്റും വഴി, ബുദ്ധമതം എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ത്യയിൽ ഹിംസ വേണ്ടത്ര ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭൂതകാല ഹിംസയിൽ ആഴത്തിൽ വേര് പിടിച്ചതുമായിരുന്നു. പക്ഷെ അതിനപ്പുറം മറ്റൊരു ആധുനികമായ ജനാധിപത്യത്തോട് ചേർന്നു പോകാവുന്ന ഒരു ധാരയെ ഇന്ത്യൻ ഭൂതകാലത്തിൽ നിന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി ഈ ബൗദ്ധ മൂല്യങ്ങളുടെ സ്വാംശീകരണത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ടെങ്കിലും 48-ല് ഗാന്ധി വധവും ആ വധം ഉണ്ടാക്കിവിട്ട വൈകാരികമായ ഒരു അതിഭീമമായ ഊർജവുമാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തെ കാൽനൂറ്റാണ്ടെങ്കിലും പുറകോട്ട് വലിച്ചത് എന്ന കാര്യം നാം കാണാതിരുന്നില്ല. നാം ഇപ്പൊ കരുതുന്നത് പോലെ വളരെ പെട്ടെന്ന് പൊങ്ങി വന്നൊരു പ്രതിഭാസമൊന്നുമല്ല വർഗീയത എന്നാണ്. വർഗീയതയ്ക്ക് വളരെ ആഴത്തിൽ വേരുണ്ട്. ആ വേരുകളാകട്ടെ പുറമേക്ക് ഒട്ടും വർഗീയമായി തോന്നാത്തതുമാണ്. അതൊന്ന് ഇന്ത്യൻ ഭൂതകാലത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. 2 ഇന്ത്യൻ ദേശീയത എന്താണ് എന്നതിനെ കുറിച്ചുള്ള സങ്കല്പനപരമായ സവിശേഷ വീക്ഷണങ്ങളാണ്. ഇത് രണ്ടുമാണ് വർഗീയതയുടെ ഊർജം. അതല്ലാതെ വർഗീയ പാർട്ടികളോ വർഗീയ സംഘടനകളോ അതിൻ്റെ പ്രത്യക്ഷമായ ആവിഷ്കാരങ്ങളോ അല്ല. അതുകൊണ്ടാണ് വർഗീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും വർഗീയത തോൽക്കാത്തത്. വർഗീയതയെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് വേരുകൾ വേറെ സ്ഥലങ്ങളിലാണ്. അതല്ലാതെ BJP നേടുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിലല്ല വേരുകളുള്ളത്. അതിന് വളരെ ആഴമുണ്ട്. അത് ഇന്ത്യൻ ഭൂതകാലത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ഭൂതകാലത്തെ മതനിരപേക്ഷമായ ബഹുസ്വരമായ സംവാദാത്മകമായ ഒന്നായി മനസ്സിലാക്കാൻ ആധുനിക ഇന്ത്യക്ക് എത്രത്തോളം കഴിഞ്ഞു? കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലത്തെ ആധുനിക ഇന്ത്യയുടെ ചരിത്രം ഈ ജനാധിപത്യവൽക്കരണ പ്രക്രിയയെ കാര്യമായി മുമ്പോട്ട് കൊണ്ടുപോയോ എന്ന് ചോദിച്ചാൽ സംശയരഹിതമായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം.
ആധുനിക ഇന്ത്യയുടെ ചരിത്രകാരന്മാരെ നോക്കിയാൽ ഒരുപക്ഷെ പണ്ഡിറ്റ് നെഹ്റുവാണ് ഈ വിഷയം തിരിച്ചറിഞ്ഞതിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആർ.കെ. മുഖർജിയും കെ.പി. ജയ്സ്വാളും ആർ.സി. മജുംദാറും ഒക്കെ പോലുള്ള ദേശീയ ചരിത്രകാരന്മാർ ഇന്ത്യക്ക് മേൽ ആരോപിച്ച ദേശീയമായ മതാത്മകമായ ഏകതാനതയ്ക്കെതിരെ ഇന്ത്യയുടെ ഭൂതകാലത്തെ തുറക്കാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. പിന്നീട് 60കളിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് കൊസാംബിയെ പോലെയും റോബിൻ ധാപ്പർ പോലെയും ഇർഫാൻ ഹബീബിനെ പോലെയും D.N. ഝായെ പോലെയും ഒക്കെയുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ മറ്റൊരു നിലയിൽ ഇന്ത്യൻ ഭൂതകാലത്തെ അഴിച്ചു പരിശോധിക്കാനും അതിൻ്റെ മതാത്മക ഉള്ളടക്കമെന്ന സങ്കല്പത്തെ പൊളിച്ചു കാണിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും ഈ ശ്രമങ്ങളൊന്നും സാമൂഹ്യ ബോധത്തിൽ കാര്യമായൊരു പട്ടിയുണ്ടായില്ല. സാമൂഹ്യ ബോധം എന്നും ദേശീയവാദ ചരിത്രവും ദേശീയവാദവും ഉണ്ടാക്കിയ മതാത്മക ഭൂതകാല ധാരണയുടെ പിടിയിൽ തന്നെയാണ്. ഇന്ത്യൻ പാരമ്പര്യം ഹൈന്ദവമാണ് എന്ന പ്രയോഗത്തെ എന്ന സങ്കല്പത്തെ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷവും ഏറെക്കുറെ സമ്മതിച്ചു കൊടുത്തു. വാസ്തവത്തിൽ ഹിന്ദു എന്ന വാക്ക് തന്നെ ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ആണ് നിലവിൽ വരുന്നതെന്നും ഇന്ത്യയിലെ പ്രാചീനങ്ങളായ ഒരു ഗ്രന്ഥത്തിലും മഹാഭാരതമാകട്ടെ, രാമായണാകട്ടെ, പ്രാചീന ഉപനിഷത്തുകളാകട്ടെ, പ്രാചീന പുരാണങ്ങളാകട്ടെ, വേദങ്ങളാകട്ടെ, ഇതിലെവിടെയും നിങ്ങൾ ഈ വാക്ക് കാണുന്നില്ല എന്നുമുള്ള കാര്യം പോലും വാസ്തവത്തിൽ നമ്മുടെ പൊതുബോധത്തിൽ ഇപ്പോൾ ഇല്ല. എത്രയോ പിൽക്കാലത്തുണ്ടായ ഒരു വാക്കാണ്, എത്രയോ പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു ആശയമാണ്. പക്ഷേ ഇപ്പൊ നാരായണഗുരു പറയുന്നുണ്ടല്ലോ, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഇങ്ങനെ ഒരു വാക്യം നാരായണഗുരുവിൻ്റെതായിട്ടുണ്ട് സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ. പക്ഷേ ഈ ചരിത്രപരമായി അടിസ്ഥാന വസ്തുതയ്ക്ക് മുകളിൽ ആരോപിക്കപ്പെട്ട ഞാൻ പറയുമ്പോൾ അത് നിർമ്മിച്ചെടുത്തത് അടിസ്ഥാനപരമായി സാമ്രാജ്യത്വമാണ്. 1818 സർ ജെയിംസ് മിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആണ് ഇന്ത്യൻ ഭൂതകാലത്തെ 12-ാം നൂറ്റാണ്ട് വരെ ഹിന്ദു പീരീഡ്, 12-18 നൂറ്റാണ്ടുകളെ മുസ്ലിം പീരീഡ്, അതിനുശേഷമുള്ളതിനെ ബ്രിട്ടീഷ് പീരീഡ് എന്ന് വിഭജിക്കുന്നത്. ആ വിഭജനത്തിന്റെ തുടർച്ചയിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭൂതകാലം മതത്താൽ നിർവചിക്കപ്പെടുന്ന രീതി ഉണ്ടായത്. വാസ്തവത്തിൽ 2.25 നൂറ്റാണ്ടിന്റെ ചരിത്രമേ ഉള്ളൂ അതിന്. പക്ഷേ ഈ 2.25 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മുടെ 3000 വർഷത്തെ ചരിത്രത്തെയും വിഴുങ്ങുന്ന നിലയിൽ നിന്ന് പൊതുവ്യാപ്തി നേടിക്കഴിഞ്ഞു. ഇന്ത്യ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഹൈന്ദവ ഇന്ത്യ എന്നൊന്നും വിളിക്കാൻ പറ്റുന്നതല്ല. വൈദിക മതം ഒരു ധാരയായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും, ബ്രാഹ്മണ മതം ഒരു ധാരയായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും, ആ വൈദിക ബ്രാഹ്മണ ധാരയേക്കാൾ വളരെ പ്രാബല്യത്തോടെ ബൗദ്ധജൈന പാരമ്പര്യങ്ങളുണ്ട്. പലപ്പോഴായി ഇന്ത്യയിലേക്ക് വന്ന നിരവധിയായ സാംസ്കാരിക ധാരണകളുണ്ട്. ശാകന്മാരോ കുശാനന്മാരോ ഇൻഡോ പാർത്തിയന്മാരോ ബാക്ട്രിയൻ ഗ്രീസുകാരോ ഒക്കെയായി എത്രയോ പേർ വരികയും അവർ കൊണ്ടുവന്ന ധാരാളം മൂല്യങ്ങൾ, ആശയാവലികൾ അതൊക്കെ ഇന്ത്യൻ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. ഇന്നിപ്പോ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ വ്യവസ്ഥ ജ്യോതിഷം. ഈ ജ്യോതിഷത്തിലെ ഫലപ്രവചന ഫലഭാഗം ഭാവി പ്രവചിക്കുകയോ മുഹൂർത്തം നിശ്ചയിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഫലഭാഗം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഗ്രീക്ക് ജ്യോതിഷികളാണ്. അലക്സാണ്ടർക്ക് ശേഷം അലക്സാണ്ടറെ പിൻപറ്റി ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷികളാണ് പ്രാചീനമായ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് ഫലഭാഗത്തെ കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പൊ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ വികസിച്ചു വന്ന ആര്യഭടനും ആര്യഭടീയവും ഈ ഫലഭാഗത്തെ അല്പം പോലും ഉൾക്കൊണ്ടിട്ടില്ല. അത് ഗണിത ഗ്രന്ഥം മാത്രമാണ്. ആകാശഗോളങ്ങളുടെ ചലന രീതി, അതിൻ്റെ കാലക്രമം, ഉദയാസ്തമയങ്ങൾ, ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്ന വിശദീകരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഗണിതപ്രധാനമായ ഒരു ടെക്സ്റ്റായിട്ട് ആര്യഭടീയം നിലനിൽക്കുമ്പോൾ ഹോരാശാസ്ത്രമാകട്ടെ ഈ ഗണിത ഭാഗത്തെ പിന്തള്ളിക്കൊണ്ട് ഫലഭാഗത്തെ ഒന്നാമതായി കൊണ്ടുവരുന്നു. ഈ ഫലഭാഗം, ഈ ഹോര എന്നുള്ള വാക്ക് തന്നെ ഇംഗ്ലീഷിലെ അവർ മണിക്കൂർ എന്ന വാക്കിന്റെ തദ്ഭവമാണ്. അതിൻ്റെ സമാനപദമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹോരാശാസ്ത്രം. ഈ ഹോര ഉണ്ടാക്കിയ വരാഹമിഹിരൻ ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലത്ത് വിക്രമാദിത്യ സദസ്സിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് ഇന്ന് ഇന്ത്യക്കാരുടെ സാമാന്യ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമെന്ന് നാം കരുതുന്ന ഹൈന്ദവമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമെന്നോ വിശ്വാസമെന്നോ കരുതുന്ന ജ്യോതിഷം തന്നെ ഈ നിലയിൽ ഗ്രീക്ക് ബന്ധങ്ങളിലൂടെ വന്നതാണ്, തദ്ദേശീയമായി വികസിച്ചു വന്നതല്ല. ഇങ്ങനെ എത്രയോ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. ഈ കൊടുക്കൽ വാങ്ങലുകളുടെ സമസ്ത ചരിത്രത്തെയും മറച്ചു വെച്ച് അതിനു മുകളിൽ ആരോപിക്കപ്പെട്ട ഏകദാനമായ ഒരു ഭൂതകാല ധാരണയുണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ പാർലമെന്റിലെ ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ആരാധനാലയ സംരക്ഷണ നിയമമാണ്. 1991 ബാബറി പള്ളി തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്താണ്
ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിലൊരു മാറ്റവും വരുത്തിക്കൂടാം എന്ന നിയമം 91 പാർലമെന്റ് പാസാക്കി. ആ നിയമം ഇരിക്കെ തന്നെയാണ് കേട്ടോ കേരളാവി പള്ളി കുറിച്ച് നോക്കാനായിട്ട് ആദ്യം മുനിസിപ്പൽ കോടതിയും പിന്നെ ഹൈക്കോടതിയും ഒടുവിൽ സുപ്രീം കോടതിയും അനുവാദം കൊടുത്തത്. മൂപ്പർക്ക് അതിന് തെളിച്ചം കിട്ടിയത് രാമജപത്തിൽ നിന്നാണ്. കാതൽപ്പള്ളി വിളിക്കാനുള്ള വിദ്യ എഴുതുന്നത് അങ്ങനെയാണെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്, സുപ്രീം പാലസി എന്ന് പറയുന്നത്. അങ്ങനെ ഈ നിയമം അവിടെ നിൽക്കുന്നു. ഈ നിയമം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. ആ ഹർജിയിൽ പറയുന്നത് എന്താണെന്നറിയാം, അധിനിവേശത്തെ സംബന്ധിക്കുന്ന ദിവസമായി കാണേണ്ടത് 47 ഓഗസ്റ്റ് 15 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് ഇല്ല, മറിച്ച് 12-ാം നൂറ്റാണ്ട്. 12-ാം നൂറ്റാണ്ട് എന്നാണ് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റ് മുതൽ ഇങ്ങോട്ടുള്ളതൊക്കെ അധിനിവേശത്തിന്റെ ചരിത്രമാണ് എന്ന് വന്നാൽ വാസ്തവത്തിൽ പിന്നെ ഇന്ത്യയിൽ എന്തായിരിക്കും ബാക്കി ഉണ്ടാവുക? ഡൽഹി സുൽത്താനേറ്റിന് ശേഷമാണ് നമ്മുടെ വാസ്തുവിദ്യ ആകട്ടെ, നമ്മുടെ മിനിയേച്ചർ പെയിന്റിംഗ് ആകട്ടെ, നമ്മുടെ കഥക്ക് നൃത്തമാകട്ടെ, നമ്മുടെ പ്രാദേശിക ഭാഷകളാകട്ടെ, ഇന്ത്യൻ സംസ്കൃതി എന്ന് നാം മനസ്സിലാക്കുന്നതിൽ മുക്കാപങ്കം വാസ്തവത്തിൽ ഇവര് അധിനിവേശത്തിന്റെ കാലം എന്ന് വിളിക്കുന്ന മധ്യയുഗങ്ങളിൽ വികസിച്ചു വന്നതാണ്. അതേതെങ്കിലും ഒരു മതപാരമ്പര്യമൊന്നുമല്ല. ഇന്ത്യൻ ഭാഷകളിലേക്കൊന്നുമല്ല മഹാഭാരതം ആദ്യമായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ടത്. അത് പേർഷ്യയിലേക്കാണ്. മഹാഭാരതം സമ്പൂർണ്ണമായി ആദ്യം വിവർത്തനം ചെയ്യപ്പെടുന്നത് അക്ബറുടെ കൊട്ടാരത്തിൽ പേർഷ്യൻ ഭാഷയിലേക്കാണ്, റസംനാമ എന്ന പേരിൽ. ഉപനിഷത്തുകൾ ആദ്യമായിട്ട് ലോകത്തേക്ക് എത്തുന്നത് ദാരാഷുക്കോ വഴിയാണ്. ഷാജഹാന്റെ മകനായിട്ടുള്ള ദാരാഷുക്കോ വഴിയാണ്. അയാളാണത് പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. അവിടെ നിന്നാണ് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഉപനിഷത്തുകൾ വരുന്നത്. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകളുടെ എത്ര ദീർഘമായ വിനിമയങ്ങളുടെ ചരിത്രം വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്, ഇന്ത്യൻ ഭൂതകാലത്തെ സംബന്ധിച്ചുണ്ട് എന്നിരിക്കെ ആ കൊടുക്കൽ വാങ്ങലുകളെ മുഴുവൻ നമസ്കരിക്കുന്ന ഏകദാനമായ ഒരു ഭൂതകാല പാരമ്പര്യ നിർമ്മിതിയാണ് വാസ്തവത്തിൽ ആധുനിക ഇന്ത്യയിൽ നടന്നത്. ഇന്ത്യയിലെ വർഗീയതയെ കുറിച്ച് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ അമർത്യ സെൻ ഇന്ത്യൻ ദേശീയതാ സങ്കല്പത്തിന്റെ മൗലികമായ 3 ഒഴിവാക്കലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ എക്സ്ക്ലൂഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, നാഷൻ മേക്കിംഗ് എന്ന് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഹൈന്ദവേതരമായ അല്ലെങ്കിൽ ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങൾ. ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങളെ നമ്മൾ ദേശീയമെന്ന് പൊതുവെ കാണുന്നില്ല. ഇപ്പൊ സോപാന സംഗീതം കേരള സംഗീതമാണെന്ന് പറയുന്നത് പോലെ മാപ്പിളപ്പാട്ട് കേരള സംഗീതമാണെന്ന് തോന്നില്ല. അല്ലെങ്കിൽ കൊച്ചിയിലെയും മടാഞ്ചേരിയിലെയും ഒക്കെ യഹൂദ സ്ത്രീകൾ ഉണ്ടാക്കിയ പാട്ടുകൾ കേരളീയ പാട്ടുകളാണ് എന്ന് നമുക്ക് തോന്നില്ല. മറിച്ച് സോപാന സംഗീതം എന്താന്നുള്ള കാര്യത്തിൽ നിശ്ചയമൊന്നുമില്ലെങ്കിലും അത് കേരളീയ സംഗീതമാണ് എന്ന് നാം ഉറപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, എത്രയോ കാര്യങ്ങൾ ഇന്ത്യൻ പാരമ്പര്യത്തിൽ വൈദിക പാരമ്പര്യത്തെക്കാൾ എത്രയോ വ്യാപ്തിയുള്ളതാണ് ബൗദ്ധ പാരമ്പര്യം. ബുദ്ധമതം നമ്മുടെ ശരണവിളി മുതൽ എന്തെല്ലാം കാര്യങ്ങൾ ബുദ്ധനുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയും നമ്മുടെ പ്രവൃത്തിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണര് ഗോമാംസം നിരോധിക്കുന്നത് വേണ്ടെന്ന് വയ്ക്കുന്നത് തന്നെ ബൗദ്ധമായ ആശയങ്ങളുടെ സ്വാംശീകരണം വഴിയാണ്. അല്ലാതെ ബ്രാഹ്മണ പാരമ്പര്യത്തിനകത്ത് ഗോമാംസ നിരോധനമൊന്നും ഉണ്ടായതുകൊണ്ടല്ല. അങ്ങനെ ബൗദ്ധ പാരമ്പര്യം എന്നത് ഇന്ത്യൻ ജീവിതത്തിൽ ആഴത്തിൽ വേരുപിടിച്ചിരിക്കെ പക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ സംസ്കൃതിയുടെ നിർവചനത്തിൻ്റെ ഒരു ആധാര ഘടകമാകില്ല. ഉപനിഷത്തുകളുടെ നാട് എന്ന് പറയുന്നത് പോലെ ബുദ്ധന്റെ നാട് എന്ന് ഇന്ത്യ പൊതുവെ വാഴ്ത്തപ്പെടാറില്ല. രണ്ടാമത്തെ ഒരു ഘടകമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ വൈദികേതര മതങ്ങളുടെ ഒഴിവാക്കൽ പോലെ രണ്ടാമതൊരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ തദ്ദേശീയ ജ്ഞാന പാരമ്പര്യങ്ങളുടെ നിരാകരണം. നാട്ടുജന സമൂഹങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചെറുതു വലുതുമായ വിജ്ഞാന വൈഭവങ്ങളെ ഭാരതീയമെന്നോ ഇന്ത്യനെന്നോ പരിഗണിക്കാതെ അവയൊക്കെ പ്രാന്തസ്ഥങ്ങളായ മാർജിനലായ ആ സ്ഥാനങ്ങളായി സങ്കല്പിക്കുന്ന രീതി. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതുകൊണ്ടിപ്പോ അജന്ത എന്ന് പറയുന്നത് ദേശീയ കലാപാരമ്പര്യമാണ് എന്ന് സങ്കല്പിക്കുന്നവർക്ക് വർലി എന്ന് പറയുന്നത് ആദിവാസിയായിട്ട്, ഭരതനാട്യം ക്ലാസിക്കലായിരിക്കുമ്പോൾ ഭരതനാട്യത്തിന്റെ ആധാരമായി മാറിയ സതിനാട്ടം വേശ്യാസ്ത്രീകളുടെ അല്ലെങ്കിൽ അഭിസാരികളുടെ മദാലസ നൃത്തം എന്ന നിലയിലേക്ക് ഒഴിച്ചു മാറ്റും. ഇങ്ങനെ പ്രാദേശികമായി വികസിച്ചു വന്ന എല്ലാ വിജ്ഞാന വൈഭവങ്ങളും ഇത് ചെറിയ പരിപാടിയൊന്നും ഉണ്ടാവും. ഇപ്പൊ ബാലസരസ്വതിയെ പോലെ ഇന്ത്യൻ നൃത്തവേദികളുടെ എക്കാലത്തെയും വലിയ നർത്തകിയെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള വിദേശ പര്യടന സംഘങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാം. ബാലസരസ്വതി ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ നർത്തകിയാണ്. ബാലസരസ്വതിയെ വിദേശ പര്യടന സംഘത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയിട്ട്
അവരുടെ നൃത്തം വേണ്ടത്ര ഭാരതീയമല്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് അവരുടെ ജീവചരിത്രം പറയുന്നത്. ആരുടെയാണ് ഭാരതീയമായ നൃത്തം? അത് രുക്മിണി ദേവി അരങ്ങേറും. രുക്മിണി ദേവി അരങ്ങയിൽ ആദ്യമായിട്ട് ഭരതനാട്യം പരിശീലിക്കുന്നത് തന്നെ അവരുടെ 30-ാം വയസ്സിലാണ്. ബാലസരസ്വതി നൃത്തമായിട്ട് ജനിച്ച ഒരാളാണ്. അത്ര വ്യത്യാസം അവർ തമ്മിലുണ്ട്. പക്ഷെ എങ്കിലും ക്ലാസിക്കലായ സംസ്കൃത പാരമ്പര്യത്തോടും നാട്യശാസ്ത്രത്തോടും ആ സവർണമായ ഭാവഭാവങ്ങളോടുമൊക്കെ ഭാഷയോടുമൊക്കെ ബന്ധപ്പെട്ട് വികസിച്ചു വന്ന ഭരതനാട്യത്തിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടുകയും ഭരതനാട്യം എന്ന ഫോമിനേക്കാൾ ഒരു 400 കൊല്ലം പഴക്കമുള്ള സതിര് പാർശ്വസ്ഥിതമായ ഒരു മാർജിനൽ ഐറ്റമായിട്ട് മാറുകയും ചെയ്തു. ഇങ്ങനെ എത്രയോ ഘടകങ്ങൾ. തദ്ദേശീയ ജ്ഞാനരൂപങ്ങളുടെ നിരാകരണം, അത് അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭൗതിക വിജ്ഞാനത്തിൻ്റെ, ഭൗതികവാദമല്ല, ലോകായുധവും ചർവാകവും ഒക്കെ പോലുള്ള ഭൗതികവാദ രൂപങ്ങളല്ല, ഭൗതിക വിജ്ഞാനത്തിൻ്റെ, രസവിജ്ഞാനം, ഗണിതം, ആയുർവേദം, വൃക്ഷായുർവേദം, അല്ലെങ്കിൽ ഗജശാസ്ത്രങ്ങൾ, അർത്ഥവിജ്ഞാനം, കാമസൂത്രം, ഇങ്ങനെയുള്ള എണ്ണമറ്റ ഭൗതിക വിജ്ഞാന മേഖലകൾ ഉണ്ടെങ്കിലും ഈ ഭൗതിക വിജ്ഞാനങ്ങളിൽ ഒന്നിനെയും ഭാരതീയമെന്ന പാരമ്പര്യ സങ്കല്പത്തോട് നാം ചേർത്ത് വച്ചിട്ടില്ല. അർത്ഥശാസ്ത്രം പോലെ ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ് നമുക്ക് 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ട്. ചന്ദ്രഗുപ്തമൗര്യന്റെ സദസ്സിലായിരുന്നു തുടങ്ങിയ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടൊക്കെയാണ് പൊതുവെ അർത്ഥശാസ്ത്രത്തിന്റെ ഒരു കാലമായിട്ട് ഇപ്പൊ കണക്കാക്കി വരുന്നത്. വളരെ സുവ്യക്തല്ല എങ്കിലും ഈ അർത്ഥശാസ്ത്രം പോലൊരു ടെക്സ്റ്റ്, ലോകത്തെ ആദ്യത്തെ തന്നെ ലൈംഗിക വിജ്ഞാന ഗ്രന്ഥം എന്ന് വിളിക്കാവുന്ന കാമസൂത്രം പോലൊരു ടെക്സ്റ്റ്, വൃക്ഷായുർവേദവും ഗജവിജ്ഞാനവും അടക്കമുള്ള സൂക്ഷ്മജ്ഞാന രൂപങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ട് അത്തരത്തിലൊരു ജ്ഞാനരൂപത്തെ ഇന്ത്യൻ പാരമ്പര്യവുമായി നമുക്ക് നേരെ ബന്ധിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് നാം ബന്ധിപ്പിക്കുന്നത് ഉപനിഷത്തിലേക്കാണ്, വേദത്തിലേക്കാണ്. അങ്ങനെ ഇന്ത്യൻ പാരമ്പര്യത്തിലെ പ്രബലങ്ങളായ 3 ധാരകളെ, വൈദികേതര മതപാരമ്പര്യം, അതുപോലെ തന്നെ പാർശ്വസ്ഥിതങ്ങളായി തള്ളിമാറ്റപ്പെട്ട വിജ്ഞാന വൈഭവങ്ങളുടെ ലഘുപാരമ്പര്യങ്ങൾ, മൂന്നാമത് ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാന പാരമ്പര്യം, ഈ 3 നിരാകരണങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പടുത്തതാണ് ആധുനിക ഇന്ത്യയുടെ ദേശീയതാ ഭാവനയും പാരമ്പര്യ ബോധം. ഈ പാരമ്പര്യ ബോധത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ വർഗീയതയുടെ യഥാർത്ഥത്തിലുള്ള വേദികൾ. അതിനെ തൊടാതെ അതിന് മുകളിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ആവിഷ്കാരങ്ങളെ ഏറെയും കുറഞ്ഞ് ക്രമീകരിച്ച് നിങ്ങൾക്ക് വർഗീയതക്കെതിരായ ഒരു സമരത്തെയും അന്തിമ സ്ഥാനത്ത് എത്തിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന KN പണിക്കർ പറയുമായിരുന്ന ഒരു പരിധിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുക, നിങ്ങൾക്ക് ജാഥ നടത്തി വർഗീയതയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടാവും. അത് അവർ വർഗീയവാദികളായതുകൊണ്ടല്ല, കാരണം വർഗീയതയെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, വർഗീയത എന്ന് പറയുന്നത് വർഗീയ പ്രസ്ഥാനങ്ങളിലെ അംഗത്വമോ വർഗീയവാദപരമായ രാഷ്ട്രീയ നിലപാടുകളോ മാത്രമാണ് എന്നതുകൊണ്ടാണ്. അതല്ല, നിങ്ങൾക്ക് ദേശീയവാദിയായിരുന്നു വർഗീയവാദിയാവാൻ ഒരു പ്രയാസവുമില്ലാത്ത ദേശീയ ഭാവനയാണ് ഇന്ത്യയിൽ. നിങ്ങൾക്ക് ദേശീയ പാരമ്പര്യവാദിയായിരുന്നു വർഗീയവാദിയാകാൻ കഴിയാത്ത, ഒരു തടസ്സവുമില്ലാത്ത പാരമ്പര്യ സങ്കല്പമാണ് ഇന്ത്യയുടെ. ആ പാരമ്പര്യ സങ്കല്പത്തിന്റെ ഫോർമേറ്റീവ് ഡൈനാമിക്സിനെ കുറിച്ചാണ് അമർത്യാസൻ പറയുന്നത്. വൈദികേതര മതപാരമ്പര്യങ്ങൾ, തദ്ദേശീയമായ ജ്ഞാനപാരമ്പര്യങ്ങൾ, ഭൗതികമായ വിജ്ഞാന പാരമ്പര്യങ്ങൾ, അവശേഷിക്കുന്നത് നിങ്ങൾ വൈദികമെന്ന് വിളിക്കാവുന്ന, ഉപനിഷത്തികമെന്നോ വൈദികമെന്നോ ഒക്കെ പല പേരുകളിൽ വിളിക്കാവുന്ന ഒന്നാണ്. ഇപ്പൊ കേരളത്തിൽ ഞാൻ പറയട്ടെ, അമ്പലചിത്രങ്ങൾ പോലെ തന്നെ കേരളത്തിൽ പള്ളി ചിത്രങ്ങളുണ്ട്. കേരളത്തിലെ അമ്പലചിത്രങ്ങളെ പോലെ തന്നെ പ്രബലമായ ഒരു പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലുണ്ട് എന്ന് ചുമർചിത്രത്തെ കുറിച്ചുള്ള ചർച്ചയിൽ എപ്പോഴെങ്കിലും നാം ഓർക്കുന്നുണ്ടോ? കേസരി ബാലകൃഷ്ണൻ അന്ന് എഴുതുന്നുണ്ട്, തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ നവീകരണ ശ്രമങ്ങൾ അമ്പലചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ക്രൈസ്തവ ദേവാലയങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന് കേസരി എഴുതുന്നത് 1930 കൊല്ലം 100 കഴിയാറായി. നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോഴും ചുമർചിത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ. ഞാൻ പറയുന്നത് ഇങ്ങനെ എത്രയോ തലങ്ങളിൽ വാസ്തവത്തിൽ നമ്മുടെ ബഹുസ്വരമായ ഒരു പാരമ്പര്യത്തിന് മുകളിൽ കൃത്രിമമായ ഒരു ഏകാത്മക പാരമ്പര്യത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു യുക്തി നമ്മുടെ ദേശീയതാ ഭാവനയ്ക്കുള്ളിലുണ്ടായിരുന്നു. ആ ഭാവനയോട് 2 നിലയിൽ അടയാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തുന്ന സമര സംഘടനകളിലൂടെ. മറ്റൊന്ന്, മതത്തിന്റെ ആഭ്യന്തര യുക്തിക്കകത്ത് കടന്നു കയറി മതത്തെ ഒരു നൈതിക ഭാവമാക്കാൻ പറ്റുമോ എന്ന പരിശോധനയിലൂടെ. ആദ്യത്തേത് ഇന്ത്യയിലെ സമര പ്രസ്ഥാനങ്ങൾ പല രൂപത്തിൽ ഏറ്റെടുത്തു. രണ്ടാമത്തേതിന്റെ മിക്കവാറും നേതാവായി നിലകൊണ്ടത് ഗാന്ധിയാണ്.
അടിസ്ഥാനപരമായി വിജയിക്കേണ്ടതില്ല എന്ന് നമുക്ക് ഇന്ന് നോക്കിക്കാണാം. രണ്ടിനെയും വിഴുങ്ങുന്ന മട്ടിൽ മതാത്മകമായ ഏകദാനതയുടെ ഒരു രാഷ്ട്ര സ്വരൂപവും അതിൻ്റെ പാരമ്പര്യ ബോധവും നമ്മെ വിഴുങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ജനാധിപത്യത്തെ കേവലമായ ഭൂരിപക്ഷ ഹിതമോ വ്യക്തിഗതമായ മാത്സര്യത്തിൽ അധിഷ്ഠിതമായ സ്വത്വസങ്കല്പമോ മുൻനിർത്തി മറികടക്കാൻ കഴിയില്ലെന്നും അത് ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹ ശരീരത്തിൽ ആഴത്തിൽ വേര് പിടിക്കേണ്ട സാഹോദര്യ ഭാവനയോട് ബന്ധപ്പെടുത്തിയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുമാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ വലിയ താല്പര്യം. ഇതെത്രത്തോളം നമുക്ക് സാധ്യമാകും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് സാധ്യമാകണമെങ്കിൽ നാം പിൻപറ്റിപ്പോരുന്ന രാഷ്ട്രീയ പ്രയോഗ രീതിയുടെ മൗലികമായ ചില പരാധീനതകൾക്ക് അപ്പുറം കടക്കണം. അതെന്തെന്ന് വെച്ചാൽ ഇതുകൂടി പറഞ്ഞതിന് അവസാനിക്കണം. അത് അടിസ്ഥാനപരമായി ഒന്ന്, ആധുനിക സമൂഹം ജന്മം നൽകിയ കേവല വ്യക്തികളെയും ആ വ്യക്തികളെ അടിസ്ഥാന ഘടകങ്ങളാക്കി മാറ്റിക്കൊണ്ടുള്ള രാഷ്ട്രഭാവനയെയും നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? അന്യോന്യാശ്രിതമായ ഒരു വ്യക്തി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സമസ്ത ജീവജാലങ്ങൾക്ക് തനിക്ക് കൈവരുന്ന ആഹ്ലാദാനുഭവങ്ങൾ കൈവരണമെന്ന് കരുതുന്ന ഒരു അനുഭവ തലം വ്യക്തികളിൽ എങ്ങനെ നമുക്ക് ഉളവാക്കിയെടുക്കാൻ കഴിയും? ആ അനുഭവ തലത്തെ എങ്ങനെയാണ് രാഷ്ട്ര ശരീരത്തോട് ബന്ധിപ്പിക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യം വാസ്തവത്തിൽ അതിലടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യത്തെ അഭിസംബോധന ചെയ്യാതെ വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ വന്ന കേവലമായ ആ ഭൂരിപക്ഷത്തിൻ്റെയോ കൂടുതലിൻ്റെയോ കുറവിൻ്റെയോ മാത്രം പ്രശ്നമായി ഇന്ത്യ ഇന്ന് നേരിടുന്ന ജനാധിപത്യ വെല്ലുവിളിയെ കാണാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ സുദീർഘ ചരിത്രം പറയുന്ന രാഷ്ട്രങ്ങൾ, നമ്മുടെ 75 കൊല്ലാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന രാഷ്ട്രങ്ങൾ എങ്ങനെ ഫാഷിസ്റ്റ് രാഷ്ട്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ബലിഷ്ഠമായ ജനാധിപത്യം എന്ന് പറയുന്ന അമേരിക്ക എങ്ങനെയാണ് ഈ പറയുന്ന ട്രംപിനെ പോലെ ഒരാളെ രണ്ടാമതും തിരഞ്ഞെടുത്തത്? KPFന്റെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ കല്ലിൽ പിന്നെയും തട്ടി വീഴുന്ന കുട്ടികൾ ഒരു കല്ലിൽ നിങ്ങൾക്ക് ഒരു തവണ തട്ടി വീഴാം, രണ്ടാമതും തട്ടി വീഴാനും പറ്റുന്നു എന്നതിന് ആണ് അമേരിക്കക്കാർ ട്രംപിനെ തിരഞ്ഞെടുത്തത് വഴി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സാധ്യമാകുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന ഭൂരിപക്ഷ സങ്കല്പം എങ്ങനെയാണ് ഫാഷിസ്റ്റ് പൊട്ടൻഷ്യലിനെ സാർവത്രികമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഇത് ലോകം ഇന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് 19ാം നൂറ്റാണ്ട് അവസാനത്തിലോ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലോ ജനാധിപത്യം എന്നതിൻ്റെ ആധാരമായി പ്രതിഷ്ഠിച്ച കേവല വ്യക്തി എന്ന യൂണിറ്റിനെ അഴിക്കേണ്ടത് കൂടിയുണ്ട്. ആ വ്യക്തി എന്ന യൂണിറ്റിനെ ഒരു സമൂഹബദ്ധമായും ഒരു ഭാവബദ്ധതയായും അയവാർന്ന ഒന്നായി കാണാൻ പരിശീലിപ്പിക്കപ്പെടേണ്ടത്. ഈ പരിശീലനത്തിന്റെ അഭാവത്തിൽ ജനാധിപത്യത്തിൽ തന്നെ നിലീനമായിരിക്കുന്ന അതിൻ്റെ വിപരീത ബലം വാസ്തവത്തിൽ ജനാധിപത്യത്തെ വിഴുങ്ങും. കാരണം അത് ഭൂരിപക്ഷഹിതമായി മാറി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ കൺസേൺ ഫോർ ദ അതർ എന്ന് ലെവിനാസിനെ പോലുള്ളവരൊക്കെ പറയുന്ന അപരത്തെക്കുറിച്ചുള്ള കരുതലിനെ വാസ്തവത്തിൽ ഉണ്ടാക്കിപ്പോയി. എന്നെപ്പോലുള്ളവർ ചേർന്നുണ്ടാകുന്ന ഒരു കേവല ഭൂരിപക്ഷത്തിൻ്റെ പേര് ജനാധിപത്യം. ജനാധിപത്യം നോക്കൂ, സാഹോദര്യം എന്നത് സാധ്യമാകുന്നത് എപ്പോഴാണ്? എല്ലാവരും എന്നെ പോലെ ആകുമ്പോഴല്ല, എന്നെപ്പോലുള്ള അല്ലാത്തവരും ഞാനും ചേരുന്ന ഒരു ഏകഭാവന നിലവിൽ വരുമ്പോഴാണ്. അതായത് സാഹോദര്യം എന്നത് കേവലമായ സമത്വത്തിൻ്റെ, കേവലമായ സാദൃശ്യത്തിൻ്റെ എന്താ പറയുക, ഫോർമൽ സിമിലാരിറ്റി അല്ല സാഹോദര്യം എന്നത്. ഫോർമൽ സിമിലാരിറ്റി അല്ല, ഔപചാരികമായ സാഹോദര്യം സാദൃശ്യം കൊണ്ട് കൈവരുന്ന ഒന്നല്ല ഈ സാഹോദര്യം എന്നത്. അത് വ്യത്യസ്തതകൾക്കിടയിലുള്ള ജൈവികമായ ചേർച്ചയാണ്. അതിന് വ്യത്യസ്തതകളെ പ്രധാനമാക്കുന്ന ഒരു ജീവിതബോധം കൂടി നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ ഉളവാക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രതലത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ഭാവനയെ കൂടി വികസിപ്പിക്കാൻ വാസ്തവത്തിൽ ജനാധിപത്യവാദികൾക്ക് കഴിയേണ്ടതുണ്ട്. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിന് വേണ്ടി എന്ന മട്ടിൽ നാം പങ്കുചേരുന്ന സംവാദങ്ങളിലും തർക്കങ്ങളിലുമൊക്കെ ഏറെക്കുറെ അപരനിരാകരണത്തിൻ്റെ, അന്യവിദ്വേഷത്തിൻ്റെ ഇതേ യുക്തി ആവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ കഴിയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയത് എത്രയെങ്കിലും കാണാം.
വെറുപ്പ് അവിടെ നിന്ന് വരുമ്പോൾ വാസ്തവത്തിൽ വെറുപ്പ് തിരിച്ച് പ്രസരിപ്പിക്കുന്നത് വഴി സമൂഹ ശരീരത്തിൽ ഉറയ്ക്കുന്നത് വെറുപ്പാണ്. വെറുപ്പിന്റെ സാർവത്രിക വ്യാപനം ഫാഷിസത്തിന് ഏറ്റവും ഗുണകരമാണ്. ഒരു വെറുപ്പിനെ മറിച്ചുള്ള വെറുപ്പ് കൊണ്ടല്ല, അംബേദ്കർ സൂചിപ്പിക്കുന്നത് പോലെ സാർവത്രികമായ തപസ് കൊണ്ടാണ് നേരിടാൻ കഴിയുക. അതുകൊണ്ട് ഈ സ്നേഹഭാവം എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക കാര്യമായിട്ട് പുറമേക്ക് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ആലങ്കാരികതയ്ക്കുള്ളിൽ മാനുഷികമായ നവീകരണത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന്റെ അടിസ്ഥാന ബലം അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ആ അടിസ്ഥാന ബലമാകട്ടെ നമുക്ക് തൊട്ടു മുമ്പിൽ ദൃശ്യരൂപം കൈവരിച്ച ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തോടോ രാഷ്ട്രീയ പ്രയോഗത്തോടോ ഉള്ള വിമർശനത്തിനപ്പുറം ഇതിന്റെ അടിവേരിലേക്ക് നമ്മുടെ വിമർശനത്തെ, നമ്മുടെ വിയോജിപ്പിനെ കൊണ്ടുചെന്നിരിക്കാൻ കഴിയണം. വാസ്തവത്തിൽ നമ്മുടെ സെക്യുലർ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഔപചാരികമായ ഒരു പരിമിതി, അത് തെറ്റാണെന്നൊന്നും പറയില്ല, ആ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതവിദ്വേഷത്തിൻ്റെയും മതവർഗീയതയുടെയും ഔപചാരികമായ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളെ മറികടക്കാൻ ശ്രമിക്കുകയും ഈ രാഷ്ട്രീയ ആവിഷ്കാരങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാനപരമായ വിഭജനത്തെ ഏതാണ്ട് കൈവരികയും ചെയ്യും. അത് വ്യക്തിബോധത്തിൻ്റെ തലം മുതൽ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തെക്കുറിച്ചുള്ള ധാരണയുടെ തലം വരെ ഈ കയ്യൊഴിയിൽ അരങ്ങേറുന്നുണ്ട്. ചെറുത്തുനിൽപ്പുകൾ നടക്കുന്നത് മിക്കവാറും ഞാൻ ഈ പറഞ്ഞ ഫോർമോസ്റ്റ് ഔട്ടർ ലെയർ എന്ന് പറയാവുന്ന ഇതിൻ്റെ രാഷ്ട്രീയ ആവിഷ്കാര മണ്ഡലത്തിലാണ്. ഞാനത് തെറ്റാണെന്ന് പറയില്ല. തെരഞ്ഞെടുപ്പുകളിൽ സെക്യുലർ സഖ്യങ്ങൾ വേണം, തെരഞ്ഞെടുപ്പുകളിൽ മതനിരപേക്ഷമായ ഐക്യത്തെ മുൻനിർത്തി വർഗീയതയ്ക്കെതിരായ ഏകീകൃത വീക്ഷണങ്ങൾ രൂപപ്പെടുത്തണം, അതിനെ രാഷ്ട്രീയമായ പരിപാടികളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണം. ഇതെല്ലാം പ്രധാനമായിരിക്കെ വർഗീയതയെ പക്ഷേ നിങ്ങൾക്ക് ഇതുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്നത് തിരിച്ചറിവില്ല. ആ തിരിച്ചറിവിൻ്റെ അഭാവത്തിൽ ഒരു പരാജയത്തിന് പിന്നാലെ അടുത്തൊരു വിജയത്തിലേക്ക് പോകാൻ വർഗീയതയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും ഓർക്കണ്ടോ എന്നറിഞ്ഞില്ല, 84 BJPക്ക് പാർലമെന്റിൽ 2 സീറ്റാണ്. എനിക്കെല്ലാം നല്ല ഓർമ്മകളാണ്. 2 സീറ്റാണ്. ആ 2 സീറ്റിൽ നിന്നാണ് ഈ 30-35 വർഷം കൊണ്ട് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ രൂപത്തിലേക്ക് ഹിന്ദുത്വം എത്തിച്ചേർന്നത് എന്നതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ വർഗീയത എന്നത്, ജനാധിപത്യത്തിനെതിരായ ഫാഷിസ്റ്റ് ഭീഷണി എന്നത് വാസ്തവത്തിൽ ഇതിനുള്ളിൽ മറ്റൊരു രൂപത്തിൽ പ്രവർത്തനക്ഷമമാണ് എന്നതുകൊണ്ടാണ്. ആ പ്രവർത്തനക്ഷമമായ മണ്ഡലത്തെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതിൽ ഒരു ഭാഗത്ത് നമ്മുടെ വ്യക്തിസങ്കല്പം മുതൽ മറുഭാഗത്ത് രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ സാംസ്കാരിക സ്വരൂപത്തെയും സംബന്ധിക്കുന്ന ധാരണയുടെ തലം വരെ കെട്ടുകളഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെ സുദീർഘവും അതിവിപുലവുമായ ഒരു പ്രവൃത്തി മണ്ഡലത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വിഴുങ്ങുന്ന ഇരുട്ടിൻ്റെ വേരുകളുള്ളത്. അതിനെതിരായ സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിശ്ചയമായും നാം ഈ അടിസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവൃത്തിയെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവിടെയാണ് ഒരുപക്ഷെ നാഗരാജനെ പോലെ ഒരാൾ സൂചിപ്പിച്ച മൗലികമായൊരു വീക്ഷണത്തിന് പ്രാധാന്യമുള്ളത്. ഫാഷിസത്തിനെതിരായ സമരത്തിൽ ഗാന്ധിയും അംബേദ്കറും ചേർന്ന് വരുന്ന സ്ഥാനമേത് എന്നതിന് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം, ദേശീയ ഭാവനയെ മതരാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്ന 1920-കൾ വരെയുള്ള നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗതിയെ മതനിരപേക്ഷമായ ഒരു പുതിയ വഴിയിലേക്ക് കൊണ്ടുവന്നു എന്നത് ജനകീയമായ, ഭൗതികമായ, ദൈനംദിന ജീവിതബന്ധിയായ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് രാഷ്ട്രീയ സമരത്തെ വികസിപ്പിച്ചെടുത്തു എന്നത് വാസ്തവത്തിൽ ഗാന്ധി കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണ്. ഈ മാറ്റം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് 1930-കളിലോ 40-കളിലോ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി ഉറക്കുമായിരുന്നു. അതുകൊണ്ട് ഗാന്ധി ഒരു വെറും പേരൊന്നുമല്ല. ഗാന്ധി ഇന്ത്യൻ ദേശീയത, യൂറോപ്യൻ നാഷണലിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം അതേപടി ആവർത്തിച്ച് മതപരമായ സ്വത്വത്തെ മുൻനിർത്തുന്ന രാഷ്ട്രമെന്ന യുക്തിയാണ് ഇന്ത്യൻ ദേശീയതയുടെ ആദ്യത്തെ ഒരു 4 പതിറ്റാണ്ടെങ്കിലും ഉള്ളത്. അവസാനത്തെ 4 നൂറ്റാണ്ട് കാലമാണ് അത് അതിൽ നിന്ന് വഴിമാറി വിപരീത ദിശയിലേക്ക് പോയത്. ഇതാണ് വാസ്തവത്തിൽ ഇന്ത്യൻ വർഗീയതയ്ക്കെതിരായ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സംശയരഹിതമായി 48-ൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി നൽകിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയെ തിരിച്ചു പിടിക്കുന്ന വലിയ സമരമുഖം. മറുഭാഗത്ത് ഗാന്ധിയുടെ നേർ വിപരീതമാണെന്ന് നമ്മൾ കരുതുന്ന അംബേദ്കറിൽ ഇന്ത്യൻ ഫാഷിസത്തിനും
ഇന്ത്യൻ ഫാഷിസത്തിനെതിരായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആധാര ബലം സന്നിഹിതമായിരിക്കുന്നത് അത് ജനാധിപത്യത്തിനും മനുഷ്യ സമത്വത്തിനുമെതിരായ ഇന്ത്യൻ പാരമ്പര്യത്തെ അടിസ്ഥാനപരമായി തിരുത്തുന്ന ഒരു ശക്തി രൂപമായി ജാതി വിരുദ്ധതയെ, ജാതി നിർമൂലനം എന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ്. ഇങ്ങനെ രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും വാസ്തവത്തിൽ ഈ രണ്ട് തലങ്ങളുടെ സംയോജിതമായ ഒരു സ്ഥാനത്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെന്റലി സെക്യുലർ ആയിരിക്കുന്നു, ഫണ്ടമെന്റലി അത് ആന്റി കാസ്റ്റീസ്റ്റ് ആയിരിക്കുന്നു. ഈ ആന്റി കാസ്റ്റീസ്റ്റായ പൊസിഷനെ അംബേദ്കർ ഒരു നൈതിക മൂല്യമാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അക്കാലം വരെ ഒരു ഭരണഘടനാ രേഖയിലും വന്നിട്ടില്ലാത്ത ഒരാശയം അദ്ദേഹം ഉൾച്ചേർക്കുന്നത്. 1946 ഡിസംബർ 13 നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടനയെ സംബന്ധിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ആമുഖമായി മാറിയത്, നമ്മുടെ പ്രിയാമ്പിളായി മാറിയത്. ഭരണഘടന പൊടുന്നനെ ഈ പണ്ഡിതന്മാർ കുറച്ചിങ്ങനെ വട്ടം കൂടിയിരുന്ന് എഴുതിയുണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. അതിന്റെ സ്വന്തം ദീർഘചരിത്രമുണ്ട്. 1895 നിലവിൽ വന്ന സ്വരാജ് ബില്ല് മുതൽ ഇങ്ങോട്ട് എത്രയോ ഡോക്യുമെന്റുകൾ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. 27 നെഹ്റു റിപ്പോർട്ടുണ്ട്, 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, 44 എം.എം. റോയിയുടെ കരട് ഭരണഘടനയുണ്ട്, 46 നാരായണ അഗർവാൾ ഉണ്ടാക്കുന്ന ഗാന്ധിയൻ ഭരണഘടനാ രൂപരേഖയുണ്ട്, B.N. റാവുവിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഇങ്ങനെ ധാരാളം ഡോക്യുമെന്റുകളുണ്ട്. പക്ഷേ ഈ ഡോക്യുമെന്റുകളിൽ എവിടെയും ഇല്ലാത്തൊരാശയം നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്നുണ്ട്. അത് അംബേദ്കർ കൂട്ടിച്ചേർത്തൊരാശയമാണ്. ആ ആശയം ഇങ്ങനെ ഒന്നാണ്: ഫ്രറ്റേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന അടിസ്ഥാന മൂല്യം ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഭരണഘടനയിൽ ഇന്നുള്ളത് ഫ്രറ്റേണിറ്റി. ഞാൻ പറയുന്നത് എത്രയോ ആലങ്കാരികമായി തീർന്ന റെട്ടറിക് എന്നതിനപ്പുറം യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മിക്കവാറും കൈയൊഴിഞ്ഞ ഒരാശയത്തിലാണ് വാസ്തവത്തിൽ ഈ ഭരണഘടനയുടെ ആധാര തത്വത്തെ അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. ഈ ആധാര തത്വത്തെയാണ് മൈത്രി എന്ന ഭാവമണ്ഡലമാക്കി രാഷ്ട്രീയ പുരോഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് ഫാഷിസത്തിന്റെ ലോകവ്യാപകമായൊരു വിദ്വേഷത്തിനെതിരെ, അതുണ്ടാക്കുന്ന വെറുപ്പിനെതിരെ, അതിന്റെ ഭാവമണ്ഡലത്തിനെതിരെ, ഒപ്പം തന്നെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഇന്ത്യ രൂപപ്പെടുത്തിയെടുത്ത സാമൂഹ്യ വിഭജനത്തിന്റെ അത്യന്തം പൈശാചികമായ ഒരു പ്രവർത്തന യുക്തിക്കെതിരെ ആധുനികമായ ഒരു നൈതിക മൂല്യം എന്ന നിലയിലാണ് സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും ഭാവമണ്ഡലം ഉള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യത്തിലാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രത്യാശകൾ ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ ഔപചാരിക ജനാധിപത്യത്തിന്റെ പടിഞ്ഞാറൻ യുക്തികളെ ആവർത്തിച്ചാൽ ഇന്ന് ട്രംപിനെ തെരഞ്ഞെടുത്തതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അത് ചെന്ന് ചേരുക വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ തന്നെ അതിൻ്റെ സങ്കല്പനപരമായ ചരിത്രത്തിലെ ഗ്രീക്ക് ജനാധിപത്യം, ഭൂരിപക്ഷാധിപത്യം, രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നതിൽ നിന്ന് സാമൂഹിക ജനാധിപത്യത്തിലേക്കും സാമ്പത്തിക ജനാധിപത്യത്തിലേക്കും കൂടി കടന്നു നിൽക്കുന്നതും അടിസ്ഥാനപരമായ ഒരു നൈതിക ബലമായി പ്രവർത്തിക്കുന്നതുമായ ഒന്നായി ജനാധിപത്യ ഭാവനയെ മാറ്റാൻ കഴിയുന്നു. അങ്ങനെ മാറ്റാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യാശയുടെ തലം. പരമ്പരാഗതമായ അതിൻ്റെ രാഷ്ട്രീയ ജനാധിപത്യം എന്ന യുക്തിയിലാണെങ്കിൽ നിശ്ചയമായും അത് ഇന്ത്യയിൽ എന്താ പറയുക, അംബേദ്കർ പറഞ്ഞ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് പകരം വയ്ക്കുന്ന ഒന്നായി അത് തുടരുക തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് ജനാധിപത്യത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭരണരീതി എന്നതിൽ നിന്ന് ഒരു ജീവിത രീതിയിലേക്കും, ഒരു രാഷ്ട്രീയമായ പ്രായോഗിക യുക്തി എന്നതിൽ നിന്ന് നൈതികമായ ഒരു ഭാവബദ്ധത എന്നതിലേക്കും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് വാസ്തവത്തിൽ ജനാധിപത്യവാദികളുടെ മുന്നിലെ വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഞാൻ കരുതുന്നത് അതിനാലുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് എത്ര അർത്ഥവ്യാപ്തിയും വിജയവും കൈവരും എന്ന ചോദ്യം നിൽക്കെ തന്നെ അതിനായുള്ള നിരന്തരവും അവിരാമവുമായ ശ്രമം നടത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നതാണ്. ലഘുവായി പറഞ്ഞാൽ ജയിച്ചവരെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് മാത്രമല്ല ഈ ലോകം. ജയിച്ചവരെക്കാൾ എത്രയോ വലിയ
പരാജയങ്ങളുടെ ബലം വാസ്തവത്തിൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചും അതിൻ്റെ സാമൂഹ്യ വികാസത്തെ സംബന്ധിച്ചും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസം പരാജയപ്പെടും എന്ന് കരുതിയിരുന്നവർ വളരെ വളരെ കുറവായിരുന്നു. എങ്കിലും ഫാഷിസം പരാജയപ്പെട്ടു. അതുകൊണ്ട് ഏത് സർവാധിപത്യത്തിന് മുകളിലും അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ മോട്ടോ ആയിട്ട് എഴുതിയിരുന്ന ഒരു വാക്യമുണ്ട്, പെസിമിസം ഓഫ് ദ ഇന്റലക്ട് ആൻഡ് ഒപ്റ്റിമിസം ഓഫ് ദ വിൽ എന്നാണ്. ബുദ്ധിയുടെ നിരാശാബോധവും ഇച്ഛയുടെ ശുഭാപ്തി ബോധവും എന്നാണ് അദ്ദേഹം എഴുതുക. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിരാശപ്പെടാനേ വകയുള്ളൂ. പക്ഷെ ഇച്ഛ കൊണ്ട്, അതിൻ്റെ ശുഭാപ്തി ബോധം കൊണ്ട് ഈ നിരാശയെ മറികടക്കുക എന്നത് കാലം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സമീപനമായി ഫാഷിസത്തിൻ്റെ മുമ്പിൽ നിന്ന് ഗ്രാംഷി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവാചകം അത് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. ഒപ്റ്റിമിസം ഓഫ് ദ വിൽ, ഇച്ഛയുടെ ശുഭാപ്തി ബോധം കൊണ്ട് നമ്മൾ വലയം ചെയ്യുന്ന ഈ ഇരുട്ടിനെതിരെയുള്ള ഒരു സമരമുഖം നാം ജ്വലിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്നതാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമകാലീന ഇന്ത്യയിൽ